നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈ വെള്ളിയാഴ്ചയും നമുക്ക് ഒരുമിച്ച് പ്രകാരം കൂടി വരുവാനായിട്ട് ദൈവം ഇടയാക്കിയല്ലോ. ദൈവസന്നിധിയിൽ നമുക്ക് പ്രകാരം വിശ്വാസത്തോടുകൂടെ ഒരുമിച്ച് കൂടിയിരിപ്പാനും ആത്മീയമായ ഐക്യതയിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒരുമനപ്പെട്ട് സ്തുതിഗീതങ്ങളാലും പ്രാർത്ഥനകളാലും ഒക്കെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ഈ കൂടിവരവിനെ നമുക്ക് സമ്പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. സാങ്കേതികമായ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും കൂടാതെ നമ്മുടെ ഇന്നത്തെ ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി അവസാനിക്കുവാൻ ഈ കൂടിവരവിലുടനീളം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി, ദൈവത്തിൻ്റെ കൃപകൾക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയങ്ങളിൽ മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ, മറ്റ് കാര്യങ്ങളൊന്നും നമ്മളെ ശല്യപ്പെടുത്താതെ ഈ ഒരു 1.5 മണിക്കൂർ സമയം വളരെ അനുഗ്രഹീതമായിട്ട് ഈ സമയം ചിലവിടുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് ഭരമേൽപ്പിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ ശാന്തമായി നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ, അനുഗ്രഹീതമായ ഈ പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ഒരു രാത്രി കാലം നീ ഞങ്ങളെ കാത്ത് പരിപാലിച്ചു. രാത്രിയിൽ ഞങ്ങൾക്ക് വരാമായിരുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നുമൊക്കെ ഞങ്ങളെ അവിടുന്ന് കാത്ത് പരിപാലിച്ചു. സന്തോഷത്തിൻ്റെ സാധ്യതകളുടെ ഒരു പുതിയ പകൽക്കാലത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് കൂട്ടിവരുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾക്ക് ഈ പകൽക്കാലത്തും ഇപ്രകാരം സൂം പ്ലാറ്റ്ഫോമിലൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരുവാൻ നീ ഇടയാക്കുന്നല്ലോ. അതിനായിട്ട് സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിലും ഞങ്ങളെ അവിടുന്ന് ആക്കിയിരിക്കുന്ന ഇടങ്ങളിലുമൊക്കെ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥനയോടുകൂടെ കൂടി വരുവാൻ പിതാവെ നീ ഞങ്ങളെ സഹായിക്കുന്നല്ലോ. ആ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ നീ അവരോട് കൂടെ ഇരിക്കണമേ. അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം അവർക്കൊക്കെ നൽകണമേ. കർത്താവെ, ഞങ്ങളിലെ അകലങ്ങളൊക്കെ നിന്നിൽ ഇല്ലാതായി തീരുന്നല്ലോ. ഞങ്ങളെല്ലാം അങ്ങിലുള്ള വിശ്വാസത്തിൽ, അങ്ങയുമായിട്ടുള്ള ബന്ധത്തിൽ ഒന്നായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ പരസ്പരം അറിഞ്ഞും പരസ്പരം തിരിച്ചറിഞ്ഞും അങ്ങേ ആരാധിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് കർത്താവ്, ഇന്നത്തെ ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാട്ട് പാടുന്നവരെയും വചനം വായിക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അത് ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിനേറെ അനുഗ്രഹമാകുവാൻ അവരുടെ ശുശ്രൂഷകൾ, അവരുടെ നേതൃത്വം ഞങ്ങളുടെ ഈ കൂടിവരവിൻ്റെ അനുഗ്രഹത്തിനും ഞങ്ങളുടെ ആത്മീയമായ കൂട്ടായ്മയുടെ കർത്താവെ അനുഗ്രഹത്തിനുമൊക്കെ മുഖാന്തരമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൽ ചെയ്യുവാൻ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ബലത്തിൽ, അതിൻ്റെ ആഴങ്ങളിൽ നിർവഹിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടവരെ കുറിച്ചൊക്കെ ഓർക്കുവാൻ, കർത്താവെ, ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവോ അവരെയൊക്കെ വിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുവാൻ ഈ പകൽക്കാലം സഹായിക്കണമേ. കടന്ന് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. മറ്റുള്ളവരെയൊക്കെ അവിടുന്ന് ഓർമ്മിപ്പിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ, പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം പ്രഭാതത്തിൽ ഈ ഓൺലൈൻ
പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ എല്ലാവരെയും വളരെ ഹർദ്ദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഐ വെൽക്കം all of you to this online Friday prayer. ഇന്നത്തെ നമ്മുടെ പാട്ടുകൾക്കും അതുപോലെ തന്നെ ശുശ്രൂഷകൾക്കും ഒക്കെ നേതൃത്വം നൽകുന്നവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് ഷീജ വർഗീസ് ആണ്. ഇപ്പോൾ ഷീജ 2 പാട്ടുകൾ പാടും. അതിന് ശേഷം റെബേക്ക ധോനി 26-ാം സങ്കീർത്തനം വായിക്കും. ഷീജ. ഗുഡ് മോർണിംഗ് അച്ഛ. ഗുഡ് മോർണിംഗ്. ആദ്യത്തെ പാട്ട് ജീവന്റെ ഉറവിടം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടയ്ക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടയ്ക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. കര കാണാതാരി വലയുവോരേ, കരുണയെ കാംക്ഷിക്കും മൃതപ്രായരീ. വരികവൻ ചാരത്തു ബന്ധിതരേ, തരുമവൻ കൃപമന ശാന്തിയതും. വരികവൻ ചാരത്തു ബന്ധിതരേ, തരുമവൻ കൃപമന ശാന്തിയതും. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. നമുക്ക് മുൻചെന്ന വിശുദ്ധന്മാരാ, അലംകൃതമായ തിരുവചനം അനുദിനം തരുമവൻ പുതുശക്തിയാൽ. അനുഭവിക്കും അതി സന്തോഷത്താൽ, അനുദിനം തരുമവൻ പുതുശക്തിയാൽ. അനുഭവിക്കും അതി സന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അച്ഛാ, സെക്കൻഡ് സോങ് ചെയ്യൂ. യേശുവേ നിന്റെ രൂപമേ. കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. യെസ്. ഓക്കെ. യേശുവേ നിന്റെ രൂപമേ, എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെ ആകണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെ ആകണം മുഴുവൻ. സ്നേഹമാം നിന്നെ കണ്ടവൻ
പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണം എന്നെ ആശിഷം, സ്നേഹം നൽകണം എൻ പ്രഭോ. ദഹിപ്പിക്കണം എന്നെ ആശിഷം, സ്നേഹം നൽകണം എൻ പ്രഭോ. ദാസനെ പോലെ സേവനം ചെയ്ത ദൈവത്തിൻ ഏകജാതനെ വാസം ചെയ്യണം ഇനിൻ വിനയം എൻ്റെ ഉള്ളിലും നാഥനെ. വാസം ചെയ്യണം ഇനിൻ വിനയം എൻ്റെ ഉള്ളിലും നാഥനെ. പാപികളുടെ വിപരീതതയെല്ലാം സഹിച്ച കുഞ്ഞാടേ, കോപിപ്പാനല്ല ക്ഷമിപ്പാനുള്ള ശക്തി എനിക്കും നൽകുകേ. കോപിപ്പാനല്ല ക്ഷമിപ്പാനുള്ള ശക്തി എനിക്കും നൽകുകേ. താങ്ക് യു അച്ഛ. താങ്ക് യു ഷീജ. ഇപ്പോൾ റെബേക്ക വിൽ റീഡ് ദി സാം 26. അച്ഛാ ഓഡിബിൾ അല്ലേ? കേൾക്കാം. യെസ്. Psalm for today, Psalm 26. Vindicate me, O Lord, for I have walked in my integrity, and I have trusted in the Lord without wavering. Prove me, O Lord, and try me. Test my heart and my mind, for your steadfast love is before my eyes, and I walk in your faithfulness. I do not sit with men of falsehood, nor do I consort with hypocrites. I hate the assembly of evildoers, and I will not sit with the wicked. I wash my hands in innocence and go around your altar, O Lord, proclaiming thanksgiving aloud and telling all your wondrous deeds. O Lord, I love the habitation of your house and the place where your glory dwells. Do not sweep my soul away with sinners, nor my life with bloodthirsty men, in whose hands are evil devices, and whose right hands are full of bribes. But as for me, I shall walk in my integrity. Redeem me and be gracious to me. My foot stands on level ground, and in the great assembly I will bless the Lord. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് അല്പസമയം നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നമുക്ക് ഏകാഗ്രമാക്കാം. കഴിഞ്ഞ ഒരു രാത്രി കാലം ദൈവം നമ്മെ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ പരിപാലിച്ച് വഴി നടത്തി. ഈ ഒരു പുതിയ പകൽക്കാലത്തിലേക്ക്, ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ദൈവം നമ്മളെ കൂട്ടിവരുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ ദൈവം നമുക്ക് നൽകിയ നന്മകളെ ഓർക്കുന്നതും ആ നന്മകളെയൊക്കെ ഓർത്ത് വലുതും ചെറുതുമായ നമ്മൾ തിരിച്ചറിയുന്നതും ഒരുപക്ഷെ മിക്കപ്പോഴും നമ്മൾ തിരിച്ചറിയാത്തതുമായ നന്മകളെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നത്, ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നത് ഏറ്റവും ഉചിതമായ കാര്യമാണല്ലോ. അതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിലെ നന്മകൾക്ക്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. പ്രാർത്ഥനയോടുകൂടെ, സ്തുതി സ്തോത്രങ്ങളോടുകൂടെ മുൻപോട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും മുൻപോട്ട് ജീവിക്കുന്നതിനാവശ്യമായ ദൈവകൃപകളൊക്കെ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ വരുമ്പോൾ നമ്മൾ തളർന്നു പോകാതെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ആശ്രയിക്കുവാനും ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മുടെ ജീവിതങ്ങളെയൊക്കെ ശക്തിപ്പെടുത്തുവാനും കർത്താവ് നമ്മളെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ദൈവം നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആമുഖമായിട്ടൊരു അനുഗ്രഹീതമായ സങ്കീർത്തനം നൽകി. ഈ സങ്കീർത്തനം നമ്മുടെ നിഷ്കളങ്കതയെക്കുറിച്ചാണ്, ഇന്നസെൻസിനെ കുറിച്ചാണ്, കുറ്റമില്ലായ്മയെക്കുറിച്ചാണ് ദൈവം നമ്മോട് പറയുന്നത്. നമ്മളൊക്കെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കടന്നു വരുമ്പോൾ നമ്മളൊക്കെ നിഷ്കളങ്കരാണോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം. ഒരുപാട് അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് നമ്മുടെ ചിന്തകളും നമ്മുടെ ആലോചനകളും ഒക്കെ ദുഷ്ടത നിറഞ്ഞതാണ്, ഒരുപാട് കാപട്യങ്ങൾ നിറഞ്ഞതാണ്.
നമ്മളുടെ ചിന്തകളും ആലോചനകളും ഒന്നും നേരുള്ളവയല്ല പലപ്പോഴും. നമ്മൾ ഉള്ളിലൊന്ന് വെച്ചിട്ട് വാക്കുകൾ കൊണ്ട് മറ്റൊന്ന് പറയുന്നവരാണ്. നമ്മൾ വല്ലാതെ, പ്രത്യേകിച്ച് ആത്മീയ മണ്ഡലങ്ങളിലൊക്കെ വല്ലാതെ അഭിനയിക്കുന്നവരാണ്. ഞങ്ങളൊക്കെ നല്ലവരാണ്, ഞങ്ങളൊക്കെ മികച്ചവരാണ്, ഞങ്ങളൊക്കെ ശ്രേഷ്ഠരാണ്. എന്നാൽ സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയും, ദൈവം പ്രസാദിക്കുന്നത് നമ്മുടെ നിഷ്കളങ്കതയിലാണ്. നമ്മളായിരിക്കുന്നത് പോലെ ഒന്ന് നമ്മുടെ മനസ്സിനെ കളങ്കമേൽക്കാതെ സൂക്ഷിക്കുക. മറ്റുള്ളവരെ കുറിച്ച് കളങ്കം ചിന്തിക്കാനോ കാപട്യം ചിന്തിക്കാനോ ചതിക്കാനോ വഞ്ചിക്കാനോ അവർക്ക് അപകടം ഉണ്ടാക്കുവാനോ അവരെക്കുറിച്ച് മോശം പറയാനോ ഒന്നും ചിന്തിക്കാതെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിഷ്കളങ്കതയോടുകൂടെ ആയിരിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞാനോ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും, എന്നെ വീണ്ടെടുത്ത് എന്നോട് കൃപ ചെയ്യണമേ. ലെറ്റ് us walk in innocence, സങ്കീർത്തനക്കാരൻ പറയുന്നു. അതൊരു നമ്മുടെ ഒരു പ്രാർത്ഥനയായിരിക്കട്ടെ. നമ്മൾ നിഷ്കളങ്കമായിട്ട് നടക്കുവാൻ. നമ്മളൊക്കെ പറയും, ഈ ലോകത്തിൽ ഇച്ചിരി കള്ളവും ഇച്ചിരി കാപട്യവും ഇച്ചിരി കളിപ്പീരും ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്നത്? ഈ ലോകം മുഴുവൻ വലിയൊരു കളിപ്പീരാണ്, വലിയൊരു ഫോളിയാണ്. മറ്റുള്ളവരെ പറ്റിക്കുന്നവർക്കാണ് ഈ ലോകത്തിൽ ഇന്നിപ്പോൾ സ്ഥാനം. ട്രിക്സ്റ്റേഴ്സ് അല്ലേ? മറ്റുള്ളവരെ കളിപ്പിക്കുക, മറ്റുള്ളവരെ ചതിക്കുക, സത്യം പറയാതിരിക്കുക. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിഷ്കളങ്കമായിട്ട് നമുക്ക് ദൈവമേ നിഷ്കളങ്കമായൊരു ഹൃദയം തരണമേ. സങ്കീർത്തനക്കാരൻ ദാവീദ് പ്രാർത്ഥിച്ചു, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. ശരിക്കും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മളെ വിശുദ്ധീകരിക്കേണ്ടതാണ്, നമ്മളെ ആന്തരികമായിട്ട് നമ്മളെ സൗഖ്യമാക്കേണ്ടതാണ്, ആന്തരികമായ ശുദ്ധീകരണത്തിലേക്ക് നയിക്കേണ്ടതാണ്. പ്രാർത്ഥന നമ്മളുടെ ലിസ്റ്റ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുക്കുന്നത് മാത്രമല്ലല്ലോ, അത് നമ്മളൊരു ആന്തരിക സൗഖ്യമാണ്. നമ്മൾ ചിലതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, ചിലരെ ഒക്കെ ഓർക്കുമ്പോൾ, നമ്മളെ ദ്രോഹിച്ചവരെയും നമ്മളെ പകച്ചവരെയും നമ്മളെ വേദനിപ്പിച്ചവരെയും ഒക്കെ ഓർത്ത് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആന്തരികമായ സൗഖ്യമുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ നമ്മുടെയൊക്കെ പ്രാർത്ഥന ഒരു സൗഖ്യപ്പെടുത്തുന്ന ഒരു പ്രക്രിയയായി തീരണം. അവർ പ്രയർ ഷുഡ് ഹീൽ അസ്. നമ്മൾ പ്രാർത്ഥനയുടെ അനന്തരഫലം മാത്രമല്ല നമ്മുടെ ഹീലിംഗ്. നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഹീലിംഗ് എന്ന് അല്ല. പ്രയർ ഇറ്റ്സെൽഫ് ഈസ് എ ഹീലിംഗ്. പ്രാർത്ഥന തന്നെ ഒരു വലിയ സൗഖ്യമാണ്. അതുകൊണ്ട് ആ ഒരു സൗഖ്യം നമ്മുടെ ഈ പ്രാർത്ഥനകളിലൂടെ ഒക്കെ ലഭിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിഷ്കളങ്കതയിൽ നടക്കാം, നിഷ്കളങ്കതയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മീയത നിഷ്കളങ്കമായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനുഗ്രഹീതമായ ഒരു സഭ, ഒരു കൂട്ടായ്മ, ഒരു കൂടിവരവ് ദൈവം നമുക്ക് നൽകി. ആരാധനകൾ, നമ്മുടെ കൂട്ടായ്മകൾ, കൂടിവരവുകളൊക്കെ വളരെ സന്തോഷകരമാണ്. നമ്മളെ ആത്മീയമായി ശക്തീകരിക്കുന്നതിന്, ബലപ്പെടുത്തുന്നതിന്, ഉറപ്പിക്കുന്നതിനൊക്കെ നമ്മുടെ കൂട്ടായ്മകൾ ഇടയാകണം. ദേവാലയം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ പ്രാർത്ഥനാലയമാണ്. ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. അത് നമ്മളെ ആത്മീയമായി ശക്തീകരിപ്പാൻ, ആത്മീയമായി നമ്മളെ ബലപ്പെടുത്തുവാൻ നമ്മുടെ കൂട്ടങ്ങളും കൂട്ടായ്മകളും ഒക്കെ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും ദൂരത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എപ്പോഴും കൂടി വരാനായിട്ട് പറ്റുന്നില്ല. എന്നാലും എവിടെയായിരുന്നാലും നമ്മൾ ദൈവാത്മാവിൽ ശക്തിപ്പെട്ട് ബലപ്പെട്ട് സഭയായി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഞായറാഴ്ചത്തെ ആരാധനകൾ, നമ്മുടെ സാറ്റലൈറ്റ് വർഷിപ്പ്, നമ്മുടെ കോട്ടേജ് പ്രയറുകൾ, ഓൺലൈൻ പ്രാർത്ഥനകൾ, നമ്മുടെ ഓക്സിലറീസിന്റെ ആഭിമുഖ്യത്തിൽ നടക്കപ്പെടുന്ന മീറ്റിങ്ങുകൾ, നമ്മുടെ സൺഡേ സ്കൂള്, നമ്മുടെ ഗായക സംഘം, വിമൻസ് ഫെലോഷിപ്പ്, അതുപോലെ തന്നെ ലേറ്റി ഫെലോഷിപ്പ്, ചർച്ച് കമ്മിറ്റി, ഈ ശുശ്രൂഷകൾ, ഈ കൂട്ടായ്മകളിലൂടെയൊക്കെ നമ്മൾ ആത്മീയമായിട്ടൊക്കെ ശക്തിപ്പെടുവാൻ, നമ്മളിലൊക്കെ ഒരു ആത്മീയമായ യൂണിറ്റി, സ്പിരിച്വൽ യൂണിറ്റി ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ആവശ്യങ്ങളെ എല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം, എല്ലാ കുടുംബങ്ങളെയും ഓർക്കാം. പല സ്ഥലങ്ങളിലായിട്ട് നമ്മളൊക്കെ ആയിരിക്കുന്ന കുടുംബങ്ങളായിട്ട് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നു. പല സവിശേഷതകൾ, പല സാഹചര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ട്.
ആ കുടുംബങ്ങളെല്ലാം നമുക്ക് ഓർത്ത് ദൈവത്തെ പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥിക്കുക. ഈ നാളുകളിലൊക്കെ നമ്മുടെ കുടുംബങ്ങളൊക്കെ ദൈവത്തിൻ്റെ വചനത്താൽ ശക്തീകരിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട് ദൈവികമായിട്ടുള്ള ശുശ്രൂഷയിൽ ബലപ്പെട്ട് ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളൊന്നും ശിഥിലമായി പോകാതെ, ഛിന്ന ഭിന്നമായി പോകാതെ, തകർന്നു പോകാതെ നമ്മുടെ കുടുംബങ്ങളൊക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി, കഫർന്നഹൂമിലെ കുടുംബം പോലെ, ബഥാന്യയിലെ കുടുംബം പോലെ, കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ സ്വീകരിക്കുന്ന, കർത്താവിൽ വിശ്വസിക്കുന്ന കുടുംബങ്ങളായിട്ട് തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പലവിധമായ പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. പല ആവശ്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് കാലം വളരെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് സമ്പത്തും സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ നമുക്ക് ഉണ്ട്. ഓരോരോ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് വലിയ സമ്മർദ്ദങ്ങളുണ്ട് ഈ ലോകത്തിൻ്റെ. അതിനെയൊക്കെ അതിജീവിപ്പാൻ കുടുംബമായിട്ട് നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ, അതുപോലെ തന്നെ നമ്മുടെ ഇൻലോസുമായിട്ടുള്ള ബന്ധങ്ങളിൽ, പേരൻസുമായിട്ടുള്ള ബന്ധങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുന്നതിൽ, അവരുമായിട്ടുള്ള ബന്ധത്തിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, അയൽപ്പക്കങ്ങളിൽ, അങ്ങനെ പല ബന്ധങ്ങൾ ഉണ്ടല്ലോ. ഈ ബന്ധങ്ങളെല്ലാം കൂടിച്ചേരുന്നിടമാണല്ലോ നമ്മുടെ കുടുംബം. അവിടെ എല്ലാം പലപ്പോഴും പല പ്രയാസങ്ങളുണ്ടാവാം. എന്നാൽ അതിനെയൊക്കെ പ്രാർത്ഥനയോടുകൂടെ, ആത്മീയമായ വിനയത്തോടുകൂടെ അതിനെയൊക്കെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ, പൊറുക്കേണ്ടതിനെയൊക്കെ പൊറുത്തും ക്ഷമിക്കേണ്ടതിനെയൊക്കെ ക്ഷമിച്ചും മറക്കേണ്ടതൊക്കെ മറന്നും നമ്മുടെ ബന്ധങ്ങളെയൊക്കെ വിശ്വാസത്തിൽ, വചനത്തിൽ ശക്തിപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കണം. നമ്മുടെ കുടുംബങ്ങളൊക്കെ സന്തോഷത്തിൻ്റെ, നന്മയുടെ, കൂട്ടായ്മയുടെ ഇടങ്ങളായി തീരണമേ എന്ന്. സത്രങ്ങളാകരുത് നമ്മുടെ വീടുകൾ, ഹോട്ടലുകളാകരുത് നമ്മുടെ വീടുകൾ. അത് നമ്മുടെ ബന്ധങ്ങളൊക്കെ നന്നായി ബലപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, കുഞ്ഞുങ്ങളെ ഓർത്ത്, അങ്ങനെയുള്ള പ്രയാസപ്പെടുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് സാമ്പത്തികമായ ക്ലേശമുള്ള കുടുംബങ്ങളുണ്ടല്ലോ, അവരെയൊക്കെ നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ദീർഘനാളുകളായിട്ട് ഹൈദരാബാദിലായിട്ട് സ്വന്തമായിട്ട് വീടില്ലാത്തവർ, വാഹനങ്ങളില്ലാത്തവർ, അങ്ങനെ പല തരത്തിലുള്ള ആവശ്യങ്ങളുള്ള കുടുംബങ്ങളുണ്ട്. അവരെയൊക്കെ നമുക്ക് ഒരു നിമിഷം ഓർക്കാം. ദൈവം നമ്മുടെ കുടുംബങ്ങളെ ഒക്കെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാലാകാലങ്ങളിൽ അവർക്കുള്ള ആവശ്യമുള്ള അനുഗ്രഹങ്ങളെയൊക്കെ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രായമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമുക്കൊരു നിമിഷം ഓർക്കാം. പ്രായത്തിൻ്റെ ക്ഷീണമുള്ളവരുണ്ട്. എന്നാൽ പ്രായത്തിൻ്റെ ക്ഷീണത്തോടൊപ്പം തന്നെ പലവിധമായ രോഗാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ട്. നമുക്ക് ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ചില പേരുകളൊക്കെ പറയുന്ന ഒരു പക്ഷേ ചിലപ്പോൾ തിരക്കിൻ്റെ ഒക്കെ ഇടയിൽ പല പേരുകളും ഒക്കെ വിട്ടുപോകും. എല്ലാവരെയും നമുക്ക് ഓർക്കാം. ജേക്കബ് അങ്കിളിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് മാറ്റമുണ്ട് അങ്കിളിന്. ആശുപത്രിയിൽ തന്നെയാണ്, ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകമായിട്ട് അങ്കിളിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം വളരെ വേഗം സൗഖ്യം കൊടുത്ത്, ബലം കൊടുത്ത് ഭവനത്തിൽ കടന്നു വന്ന്, ദേവാലയത്തിലൊക്കെ കടന്നു വന്ന് പഴയതുപോലെ ദൈവത്തെ സ്തുതിപ്പാനായിട്ട് സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം അങ്കിളുടെ ബർത്ത്ഡേ ആയിരുന്നു. കർത്താവ് പൂർണ്ണമായ സൗഖ്യവും ബലവും കൊടുക്കണമെന്ന് ചാക്കോ ജോർജ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്കിളുടെ രോഗാവസ്ഥകളൊക്കെ നമുക്കറിയാമല്ലോ. അങ്കിളിനും പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പ്രത്യേകമായിട്ട് അങ്കിളുടെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വേണ്ട ബലവും കൃപയും നൽകണമെന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ലിസി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബാംഗ്ലൂരിലാണല്ലോ, മകളോടൊപ്പം വേണ്ട ബലം, വേണ്ട ആരോഗ്യം, പ്രത്യേകിച്ച് സ്ട്രോക്കിൻ്റെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ബലപ്പെട്ടു വരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സമയലൂട്ടി അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദീർഘനാളുകളായിട്ട് ദേവദാസൻ ഭവനത്തിൻ്റെ ഉള്ളിലാണല്ലോ. പ്രിയപ്പെട്ട അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. രാജൻ ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. തിരികെ നാട്ടിലേക്ക് പോയി അങ്കിളിന് വേണ്ട ബലവും കൃപയും ഒക്കെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. സുശീൽ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആൻറ്റിക്കും ട്രീറ്റ്മെൻറ്റിൻ്റെതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. ദൈവം വേണ്ട ബലവും കൃപയും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. റോയ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്കിളും ദൈവത്തിൻ്റെ കൃപയാലൊക്കെ ബലപ്പെട്ടു വരുന്നു. ട്രീറ്റ്മെൻറ്റിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും വളരെ വളരെ ആവേശത്തോടെ ദൈവം പ്രിയപ്പെട്ട ദാസനെ മുൻപോട്ട് നടത്തുന്നു. കൂടുതലായിട്ട് ബലവും കൃപയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. പുഷ്പ ആൻറ്റിക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ആലീസ് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം കണ്ണിൻ്റെ കാഴ്ചയൊക്കെ കുറഞ്ഞു വരുന്ന സാഹചര്യമാണ്. തീരെ കാഴ്ചയില്ല. സംസാരിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലുമൊക്കെ
വീഴുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ദൈവം കാക്കുന്നു. പ്രിയപ്പെട്ട ആൻറ്റിയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അറിയാം, എബ്രഹാം ആൻറ്റിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം, പ്രത്യേകിച്ച് വലത് കണ്ണിന് കാഴ്ച തിരികെ ലഭിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഷീജയുടെ പിതാവിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. രോഗാവസ്ഥയിലൊക്കെ ആയിരിക്കുന്നു. പൂർണ്ണമായിട്ടുള്ള ബലവും സൗഖ്യവും പ്രിയപ്പെട്ട മകന് കൊടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രതിഭ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ലില്ലി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചുമയുടെ പ്രയാസം, പനിയുടെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്, കാലിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ട ദാസിക്കും വേണ്ട ആരോഗ്യവും ബലവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രായമുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കമ്മ കോശി ആൻറ്റിക്ക് വേണ്ടി, ചെറിയാൻ അങ്കിളിന് വേണ്ടി, തോമസ് ജോൺ അങ്കിളിന് വേണ്ടി, ജെസ്സി തോമസ് ആൻറ്റിക്ക് വേണ്ടി, അതുപോലെ തന്നെ തങ്കം എഡ്വിൻ ആൻറ്റിക്ക് വേണ്ടി, അന്നമ്മ കോശി ആൻറ്റി, അന്നമ്മ ഉമ്മൻ ആൻറ്റി, ഫിലിപ്പ് അങ്കിളിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഫിലിപ്പ് അങ്കിള് വളരെ ശാരീരികമായിട്ട് പലവിധമായ പ്രയാസങ്ങൾ, ബാക്ക് പെയിൻ, ബോഡി പെയിൻ, അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലാണ് ഈ നാളുകളിലൊക്കെ. പ്രിയപ്പെട്ട അങ്കിളിൻ്റെ പൂർണ്ണമായിട്ടുള്ള സൗഖ്യത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പൂർണ്ണ സൗഖ്യം പ്രിയപ്പെട്ട അങ്കിളിന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ചാച്ചമ്മ ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ആൻറ്റിയുടെ കൈയുടെ പ്രയാസങ്ങളൊക്കെ മാറി, ഫ്രാക്ചറൊക്കെ മാറി, ട്രീറ്റ്മെൻറ്റൊക്കെ തുടരുന്നു. പൂർണ്ണ സൗഖ്യം പ്രിയപ്പെട്ട ആൻറ്റിക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സാലി അലക്സ് ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഓമന ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലില്ലി ആൻറ്റിക്കും കുരുവിള അങ്കിളിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. സാറാമ്മ കുര്യൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രായമായിരിക്കുന്ന എല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരെയൊക്കെ അനുഗ്രഹിക്കണമേ. മേരി ജോൺ ആൻറ്റി നാട്ടിലാണ്. ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ പേര് പേരായിട്ട് ദൈവസനത്തിൽ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അറിവുള്ളവർ, നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട എല്ലാവരെയും, രോഗാവസ്ഥയിലൂടെയും മറ്റ് പലവിധമായ പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും നമുക്ക് ദൈവത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ട ബുദ്ധിയും ആരോഗ്യവും ദൈവം നൽകണമേ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവവചനത്തിൽ, കുടുംബത്തോടുള്ള സമർപ്പണത്തിലൊക്കെ വളർന്നു വരുവാൻ സഹായിക്കണമേ. പ്രത്യേകിച്ച് പലവിധമായ അഡിക്ഷൻസ് ഒക്കെ വർദ്ധിക്കുന്ന ഒരു കാലമാണല്ലോ. മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നേരായ വഴിയിൽ ജീവിപ്പാനും ചിന്തിപ്പാനും പ്രവർത്തിപ്പാനും കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ 4 കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്നുണ്ട്. അടുത്ത ആഴ്ച മുതൽ അവരുടെ പരീക്ഷകളൊക്കെ ആരംഭിക്കുകയാണ്. ഗ്രേസിന് വേണ്ടി പ്രാർത്ഥിക്കാം. ധോനി റബേക്കയുടെ മകള്. സിൽവിയയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. സുജ ബിജുവിൻ്റെ മകള്. അതുപോലെ തന്നെ ജോനാഥാൻ, വിപിൻ ലസിതയുടെ മകന്. അമിത്, നമ്മുടെ നവീൻ ടീനയുടെ മകൻ. ഈ 4 കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കാം. അവരുടെ പ്രിപ്പറേഷൻസ്, അവരുടെ പരീക്ഷ ഒക്കെ നന്നായി അവരെഴുതുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ, വളരെ ഉറപ്പോടെ, ധൈര്യത്തോടെ പരീക്ഷയൊക്കെ എഴുതി നല്ല വിജയമൊക്കെ നേടുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അറിവ് നേടുന്നുണ്ട്, പക്ഷെ ഒപ്പം അവരുടെ വിശ്വാസ ജീവിതം എത്രത്തോളം ശക്തിപ്പെടുന്നു എന്നൊക്കെ ഒന്ന് ചിന്തിക്കാനായിട്ട് നമ്മളെ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നൊക്കെ നമ്മൾ കിസിന് വേണ്ടി പഠിക്കും. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആ ഒരു വിശ്വാസം അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സഭയായിട്ടും കുടുംബങ്ങളായിട്ടും ഒക്കെ കഴിയുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവമുള്ള കുഞ്ഞുങ്ങളായിട്ട് അവർ എന്നും നിലനിൽക്കാനായിട്ട്, അവർ വളർന്നാലും തെറ്റിപ്പോകാതെ വണ്ണം ദൈവത്തിൻ്റെ വചനത്തിൽ ശക്തിപ്പെടുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ 12ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം നമുക്ക് ഓർക്കാം. നെയ്തനും ഓസ്റ്റിനും, അവർക്ക് ഇരുവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ പരീക്ഷയൊക്കെ ഏറ്റവും നല്ലതായിരിക്കാനും, അവർ +2 ഒക്കെ നന്നായി പാസ്സായി അവർ ആഗ്രഹിക്കുന്ന, പരിശ്രമിക്കുന്ന മേഖലകളിൽ തന്നെ അവർക്ക് അഡ്മിഷനൊക്കെ ലഭിച്ച് പഠനം തുടരുവാനും കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മറ്റ് പല ഇടങ്ങളിലായിട്ട് പഠിക്കുവാനായി കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം. വിദേശങ്ങളിൽ പോയിട്ടുള്ളവരുണ്ട്. അതുപോലെ തന്നെ ഭാരതത്തിൽ തന്നെ പല സിറ്റികളിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇവിടെ തന്നെ ഡിഗ്രി വിദ്യാഭ്യാസം, PG വിദ്യാഭ്യാസം, റിസർച്ച് ചെയ്യുന്നവർ ഒക്കെ ഉണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതമൊക്കെ ഏറ്റവും അനുഗ്രഹമാകണമേ എന്ന് പ്രാർത്ഥിക്കാം. വിദ്യാഭ്യാസമൊക്കെ കഴിയുന്ന കുഞ്ഞുങ്ങൾ, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, ആ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. അവർക്ക് വേണ്ട ഉപജീവന മാർഗമൊക്കെ ദൈവം ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജോലിയിലേക്കൊക്കെ പ്രവേശിച്ച കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരെയൊക്കെ നമുക്ക് ഓർക്കാം. പുതിയ അനുഭവങ്ങളിലൊക്കെ അവർക്ക് സമ്പത്തും അവർക്ക് സാലറിയും ഒക്കെ കിട്ടുമ്പോൾ
അതൊക്കെ നന്നായിട്ട് വിനിയോഗിപ്പാനായിട്ട്, അതൊക്കെ ദൈവകൃപകളുടെ ഇവിടെ വെളിച്ചത്തിൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജോലിയിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർ, സർക്കാർ ജോലിയിലായിരിക്കുന്നവർ, പ്രൈവറ്റ് മേഖലകളിലായിരിക്കുന്നവർ, മാനേജ്മെൻറ്റ് ഫീൽഡിൽ, IT ഫീൽഡിൽ, അങ്ങനെ പല മേഖലകളിൽ നമ്മുടെ ഹൈദരാബാദിലും പല സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടവരുണ്ട്. അങ്ങനെയുള്ള എല്ലാവരെയും നമുക്ക് ഈ സമയത്ത് ഓർക്കാം. ദൈവം നമ്മുടെ ശുശ്രൂഷ മേഖലകളെയൊക്കെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ജോലി ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാനായിട്ടൊക്കെ സാധിക്കത്തുള്ളല്ലോ. നമുക്കറിയാം, ജോലിയിടങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്ന് പറഞ്ഞുവിടപ്പെടുന്നവരൊക്കെ ഉണ്ട്. ഒരുപാട് പേര് ലേ ഓഫിൻ്റെ ഭീഷണിയുള്ളവരുണ്ട്, ജോലി താൽക്കാലികമായി നഷ്ടപ്പെടുന്നവരുണ്ട്, ജോലിയിൽ നിന്ന് ഇറങ്ങി പുതിയ ജോലിയൊക്കെ ലഭിക്കാനായിട്ട് പരിശ്രമിക്കുന്നവരുണ്ട്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ നല്ല ജോലികൾ ഉണ്ടെങ്കിൽ സഭ അനുഗ്രഹിക്കപ്പെടൂ. സഭയിലൂടെ മറ്റുള്ളവർക്ക് നന്മകളൊക്കെ ചെയ്യാനായിട്ട് പറ്റുകയുള്ളല്ലോ. അതുകൊണ്ട് നമ്മുടെ ജോലിയിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. റിട്ടയർ ആയിരിക്കുന്നവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം അവരെയൊക്കെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളൊക്കെ പലരും പല സ്ഥലങ്ങളിലുണ്ട്. വിദേശത്തും ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലുമൊക്കെ ഉണ്ടല്ലോ. എങ്ങും സേഫ് അല്ല. എല്ലായിടത്തും ആ സ്ഥലത്തിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ ദൈവം കാക്കണമേ, പരിപാലിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തുണകളെ കണ്ടെത്തി കൊടുക്കുവാനും പ്രാർത്ഥനയോടുകൂടെ അതിനു വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഒന്നും നിർബന്ധങ്ങളൊന്നുമല്ല കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അത് അവർക്ക് തന്നെ തോന്നി ഒരുങ്ങി താല്പര്യത്തോടുകൂടെ അവരുടെ ജീവിതത്തിൽ ഒരു പങ്കാളി ഉണ്ടാകണം. കുടുംബം ഒരു സന്തോഷകരമായ ജീവിത അവസ്ഥയാണെന്ന് ചിന്തിച്ച് അതിൽ പ്രവേശിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് സെപ്പറേറ്റഡ് ആയിട്ടുള്ള പല കുഞ്ഞുങ്ങളുണ്ട്. ആദ്യത്തെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിക്താനുഭവങ്ങൾ, വേദനകൾ, അതിൻ്റെ സങ്കടങ്ങളിലും പെയിനിലും വൂണ്ടിലും ഒക്കെ കഴിയുന്നവരുണ്ട്. ഒരുപക്ഷെ അതിനെക്കുറിച്ചൊക്കെ വളരെ ഭയത്തോടു കൂടി ചിന്തിക്കുന്നവരുണ്ട്. മറ്റുള്ളവരുടെ ഒക്കെ ജീവിതം കണ്ടിട്ട് പേടിച്ച് അയ്യോ അങ്ങനൊരു ജീവിതം എനിക്ക് വേണ്ട എന്ന് ഭയപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നവരുണ്ട്. എന്നാൽ ആ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവർക്കൊക്കെ നല്ല ദർശനങ്ങൾ കൊടുക്കണമേ, അവരുടെ ജീവിതത്തെ മുൻപോട്ട് നയിപ്പാനുള്ള ദൈവകൃപ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് അഭിലാഷി വിവാഹത്തിനായിട്ട് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. വിവാഹവും അവരുടെ കുടുംബ ജീവിതവും ഒക്കെ ഏറെ അനുഗ്രഹപ്പെടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ ആഗ്രഹങ്ങളെ ദൈവം മാനിക്കണമേ, ദൈവം തലമുറകളെ നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടുകൂടെ അവരും ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തെ. ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരിക്കുന്നവരുണ്ട്. വളരെ ക്രൈസിസ് ആണ്, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ടയറിങ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ് ഈ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ദൈവമാണല്ലോ തലമുറകളെ നൽകുന്നത്. ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതുകൊണ്ട് ആ കുടുംബങ്ങളെയൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പിഞ്ചു പൈതങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ നമ്മുടെ ജീവയുടെ മകന് റോണിയുടെയും പ്രിൻസിയുടെയും മക്കള്, അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ആശിഷിനും മേരിക്കും ഒരു പെൺപൈതലിനെ കൂടി ലഭിച്ചു. പിഞ്ചു പൈതങ്ങളെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മേരിക്ക് ദൈവം കൊടുത്ത അത്ഭുതകരമായ വിടുതലിനായിട്ട് സ്തോത്രം ചെയ്യാം. പൈതലിനെ കർത്താവ് അനുഗ്രഹിക്കണമേ, പൈതലിൻ്റെ വളർച്ചയിൽ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിവിയ ക്യാരിങ് ആണ്, നിവിയയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സംഘടനകളെ, ശുശ്രൂഷകളെ എല്ലാം നമുക്ക് ഓർക്കാം. ഈ ഞായറാഴ്ച മുതൽ നമ്മുടെ സൺഡേ സ്കൂളിൽ പുനരാരംഭിക്കുകയാണല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ താല്പര്യത്തോടെ ദേവാലയത്തിൽ കടന്നു വന്ന് വചനം പഠിക്കുവാനും വചനപ്രകാരം തങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാനും സഹായിക്കണമെന്ന്. പ്രത്യേകിച്ച് അധ്യാപകരെയൊക്കെ നമുക്ക് ഓർക്കാം. ഇതൊരു ഒരു ഒരു പ്രൊഫഷനായിട്ടല്ല, വളരെ ഒരു മിഷനായിട്ടെടുത്ത് സമർപ്പണത്തോടുകൂടെ അവർ നന്നായി പഠിച്ച് കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിച്ച് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കുവാൻ കർത്താവ് സഹായിക്കണമേ പ്രത്യേകമായി. നമ്മുടെ യൂത്ത് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ. കുഞ്ഞുങ്ങളൊക്കെ ഈ നാളുകളിൽ
സാഹചര്യം മനസ്സിലാക്കി ഉണർന്ന് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യങ് കപ്പിൾസ് ഫെലോഷിപ്പ്, ലൈറ്റി ഫെലോഷിപ്പ്, വിമൻസ് ഫെലോഷിപ്പ്, ഗായക സംഘം, നമ്മുടെ സാറ്റലൈറ്റ് വർഷിപ്പ്, അങ്ങനെയുള്ള എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ ചർച്ച് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സപ്പോർട്ടിംഗ് സ്റ്റാഫിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളുടെ അയൽപ്പക്കങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, മാതാപിതാക്കൾ, കേരളത്തിലും പലയിടങ്ങളിലുമൊക്കെ ആയിരിക്കുന്ന എല്ലാവരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രത്യേകിച്ച് വേർപാടിന്, ദുഃഖത്തിലും സങ്കടങ്ങളിലുമൊക്കെ ആയിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, അവരുടെ ദിവ്യമായ ആശ്വാസത്തിന് വേണ്ടി, പ്രത്യേകമായിട്ട് സമാധാനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കാം. സാമ്പത്തികമായും മറ്റ് പലതരത്തിലും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരെ നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഭരണകർത്താക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ആ ജനങ്ങളെല്ലാം ഒരുപോലെ കണ്ട് അവരുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ട് ചിന്തിപ്പാനും പ്രവർത്തിപ്പാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെ കെടുതികളാൽ ഭാരപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പലസ്തീനുണ്ട്, ഉക്രൈനുണ്ട്, അതുപോലെ തന്നെ അമേരിക്കയിൽ പുതിയ ഭരണകൂടം വന്നതിന് ശേഷം നാട് കടത്തപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഭാരതത്തിലുള്ളവരും പലരും നാട് കടത്തപ്പെട്ടു. നമ്മൾ ആ കാഴ്ചകളൊക്കെ കാണുമ്പോൾ വലിയ സങ്കടമാണ്. ഒരു ജീവിതം തേടിയാണല്ലോ, നമ്മളൊക്കെ ഒരു സമയത്ത് അങ്ങനെ ജീവിതം തേടി ഹൈദരാബാദിൽ വന്നവരാണ്. പല സ്ഥലങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പോയി, നമ്മുടെ പ്രിയപ്പെട്ടവരും ഒക്കെ ഉണ്ട് അവിടെ. മുമ്പേ പോയവരും അവിടെ സെറ്റിലായവരൊക്കെ ഇനി ആരും വരണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന സ്വാർത്ഥതയുടെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. ഓരോ നാട് വിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് അവർ പോകുന്നത് വേണ്ടിയിട്ടൊന്നുമല്ല, ആഗ്രഹിച്ചിട്ടൊന്നുമല്ല, സാഹചര്യങ്ങൾ അങ്ങനെ ആകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാം. ഈ ഒരു വലിയ ക്രൈസിസുകളൊക്കെ ഉണ്ടാകുമ്പോൾ സഭയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തൊഴിലില്ലാത്തവർ, ഉപജീവന മാർഗമില്ലാത്തവർ, പണമില്ലാത്തവരൊക്കെ, ചികിത്സിക്കാൻ വകയില്ലാത്തവർ, ഈ വലിയ വിദ്യാഭ്യാസം തന്നെ ഒരു വലിയ ഇക്കോണമിയാണ്. പണമില്ലാത്തവൻ്റെ മക്കൾക്ക് ഈ കാലത്ത് പഠിക്കാൻ, നല്ല വിദ്യാഭ്യാസം നേടാൻ യാതൊരു സാഹചര്യം പോലും ഇല്ല. അപ്പോൾ ഫീസ് കൊടുക്കണം, കുഞ്ഞുങ്ങളെ നോക്കണം, എല്ലാവർക്കും പലപ്പോഴും അഫോർഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് അവരെയൊക്കെ ഓർക്കാം. ദൈവം ഓരോരോ വഴിയും വാതിലുമൊക്കെ ദൈവം തുറന്നു കൊടുക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാ മിഷണറിമാരെയും നമുക്ക് ഓർക്കാം. ഒരുപാട് പ്രതിസന്ധികളുടെ ഒക്കെ മധ്യത്തിൽ കുഷ്ഠരോഗികളുടെയും ദരിദ്രരുടെയും വിദ്യാഭ്യാസമില്ലാത്തവരുടെയും ഭാഷ അറിയാത്തവരുടെയും ഒക്കെ സിവിലൈസ്ഡ് എന്നൊക്കെ പറയുന്ന അല്ലാത്തവരുടെയൊക്കെ മധ്യത്തിൽ വളരെ പ്രയാസപ്പെട്ട് ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ട്. അവരെയൊക്കെ നമുക്ക് പ്രത്യേകം ഓർക്കാം. ദൈവം അവരുടെ ശുശ്രൂഷകളൊക്കെ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. നമ്മളും സഭയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മിഷൻ ഫീൽഡുകളൊക്കെ ഉണ്ടല്ലോ, അവയൊക്കെ നമുക്ക് ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദക്ഷിണേന്ത്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭ വളരെ 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 ആശങ്കാജനകമായ ഒരു ക്രൈസിസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് മോഡറേറ്റർ ഇല്ല, സിനഡില്ല, പല സ്ഥലങ്ങളിലും ബിഷപ്പുമാരില്ല, മേടക്ക് ഉൾപ്പെടെ. വലിയ ക്രൈസിസാണ്. അധികാരത്തിന് വേണ്ടി ചിലരൊക്കെ മത്സരിക്കുന്നു. അധികാരം ലഭിക്കുമ്പോൾ അതൊക്കെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. മറ്റുള്ളവരെ ദ്രോഹിക്കാനും മറ്റുള്ളവരെ പുറത്താക്കാനും ഒക്കെ അതൊക്കെ വിനിയോഗിക്കുന്നു. വളരെ വളരെ സങ്കടകരമായ, ലജ്ജാകരമായ അവസ്ഥയാണ്. നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ അനുയായികളാണോ എന്ന് പോലും സംശയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സഭകളെല്ലാം തന്നെ. ഒരു വശത്ത് കൺവെൻഷനുകളും സുവിശേഷ പ്രസംഗങ്ങളും ഒക്കെ ഇങ്ങനെ പൊടിപൊടിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതം വളരെ കഷ്ടകരമാണ്, ലജ്ജാകരമാണ്, സങ്കടകരമാണ്. നമ്മുടെ സഭയോട് ദൈവം കനിവ് തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരല്ലോ, തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ നേതൃത്വങ്ങൾക്ക് വേണ്ട മാനസാന്തരം കൊടുത്ത് അവരൊക്കെ മാനസാന്തരപ്പെട്ട് അവരൊക്കെ വചനമനുസരിച്ച് ക്രിസ്തുവിനുള്ളവരായിട്ടൊക്കെ തീർന്ന് സഭയെ വചനപ്രകാരം ആത്മീയമായ ഐക്യതയിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ കൂടാതെ, അധികാരത്തിന് പിന്നാലെ പോകാതെ, പണത്തിന് പിന്നാലെ പോകാതെ, സ്ഥാനമാനങ്ങൾക്ക് പിന്നാലെ പോകാതെ അവരൊക്കെ ത്യാഗത്തോടെ നമ്മൾ കേട്ടതുപോലെ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട്, രക്തസാക്ഷികൾ, ജീവൻ പോലും വെക്കേണ്ടി വന്നാലും വചനത്തിന് വേണ്ടി നിൽക്കുന്നവരായിട്ട് തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഒപ്പം സഹോദര സഭകൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഈ ഞായറാഴ്ചത്തെ ആരാധനയൊക്കെ നമുക്ക് ഓർക്കാം. തുടർന്ന് വരുന്ന ശുശ്രൂഷകളൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാൻ, കേൾക്കുവാൻ പോകുന്ന വചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മോട് വചനത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് വചനം ആഴമായിട്ട് ഗൗരവമായിട്ട് പഠിക്കുവാനും ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും അത് നമ്മുടെ ജീവിതങ്ങളിൽ ക്രിയ ചെയ്യുവാനും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
അത് പേരിന് വേണ്ടി ഇതൊന്നും കേൾക്കാതെ നമ്മളതൊക്കെ ഹൃദയത്തിലൊക്കെ സംഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ സമൂഹമായി മാറ്റങ്ങളൊക്കെ വരുത്തി അനുഗ്രഹിക്കപ്പെട്ട സഭയായിട്ട് തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് ഓർക്കാം. ഈ വിഷയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പൊന്നമ്മ ആൻറ്റി നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കും. ഞങ്ങളുടെ സ്നേഹമേറിയ സ്വർഗീയപിതാവേ, വീണ്ടും അവിടുത്തെ പാദപീഠത്തിലടുത്ത് വരുവാൻ സഹായിച്ച കൃപയോർത്ത് കർത്താവേ, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന നാഥനെ. കഴിഞ്ഞ രാത്രി സമയം കർത്താവെ വരാമായിരിക്കുന്ന ആപത്തനർത്ഥങ്ങളിൽ നിന്നൊക്കെ നീ വിടുവിച്ച് കൃപയ്ക്കായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടുത്തെ കരുതലിലും കാവലും ഞങ്ങളെ ഓരോ ദിവസവും നടത്തുന്ന കൃപയോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നപ്പാ. കർത്താവെ, പ്രതികൂലങ്ങളുടെയും രോഗങ്ങളുടെയും ഒക്കെ മധ്യത്തില് കർത്താവെ ദിനംതോറും ഞങ്ങളെ അത്ഭുതകരമായി വഴി നടത്തും കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എന്റെ ദൈവമേ കർത്താവെ, ഞങ്ങളുടെ നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ വന്ന കുറവ് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിർമ്മലമായൊരു ഹൃദയം കർത്താവെ നിങ്ങൾക്ക് നൽകി തരണമേ. മറ്റുള്ളവരോട് ക്ഷമിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല നരളിച്ചനായ ദൈവമേ. അവിടുത്തെ വാഗ്ദത്തങ്ങളിൽ ഓരോ ദിവസവും ആശ്രയിച്ച് ജീവിപ്പാൻ കർത്താവെ നിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കൂട്ടായ്മയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ ജോസഫ് ശാമേൽ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ മാന്റെ ശുശ്രൂഷ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൂടുതലായി പ്രവർത്തിപ്പാനുള്ള ആരോഗ്യം ബലവും ശക്തി അവിടുന്ന് നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൊടുത്തിരിക്കുന്ന സൗഖ്യത്തിനായി കൊടാനോടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന നാഥനെ. കൂടുതലായി വേണ്ടുന്ന ആരോഗ്യം ബലവും ശക്തിയും കർത്താവെ നിന്റെ മകൾക്ക് അവിടുന്ന് ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും അവിടുത്തെ കരങ്ങളിൽ തരുന്ന കർത്താവെ. അവരുടെ പഠിത്ത കാര്യങ്ങളും വളർച്ചയിലൊക്കെ നീ അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാവി ജീവിതം കർത്താവെ അവിടുന്ന് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പച്ച. ഞങ്ങളുടെ സഭയിലുള്ള ഓരോ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രായത്തില് കഴിയുന്ന കർത്താവെ, ആന്റിമാരങ്കിൾമാര് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരുടെ ക്ഷീണത്തിലൊക്കെയും അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ, ശക്തീകരിക്കണേ, ബലപ്പെടുത്തണേ അപ്പച്ച. രോഗികളായിട്ടുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അച്ഛൻ പേര് പറഞ്ഞ ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുന്ന് പരിപൂർണ്ണ സൗഖ്യം അവിടെ ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. ക്യാൻസറിന്റെ രോഗത്താൽ, സ്ട്രോക്കിന് ഭാരത്താൽ, അങ്ങനെ പലവിധമായ പ്രയാസങ്ങളില് കർത്താവെ കഴിയുന്ന ഞങ്ങളുടെ സഭയിലുള്ള ഓരോ കുടുംബത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ അത്ഭുതകരമായ വിടുതൽ എന്റെ ദൈവമേ അവിടുന്ന് ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ഹോസ്പിറ്റലിലായിരിക്കുന്ന മംഗളിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ, അവിടുന്ന് കൊടുത്ത സൗഖ്യത്തിന് വേണ്ടി സ്തോത്രം. പരിപൂർണ്ണ സൗഖ്യം അവിടുന്ന് ദാനം ചെയ്യണമേ. ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചാക്കോ ജോർജ് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ കർത്താവെ, അച്ഛൻ പേര് പറഞ്ഞു ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ തരുന്ന കർത്താവെ. അവിടുന്ന് തൊട്ടവരും അവിടുന്ന് തൊടുന്നവരും ആരും സൗഖ്യമാകാതെ പോയില്ലല്ലോ അപ്പച്ച. അവിടുന്ന് പരിപൂർണ്ണ സൗഖ്യം നിന്റെ മക്കൾക്ക് അവിടുന്ന് ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രയാസത്തിന്റെ വിഷമത്തിന്റെ ഒക്കെ സ്ഥാനത്ത് കർത്താവെ, വേദനകളുടെ ഒക്കെ സ്ഥാനത്ത് അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. കർത്താവെ, ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുന്ന് നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുവാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോലി ചെയ്യുന്നവര്, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തക്ക സമയത്ത് അവിടുന്ന് വഴിയൊരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കപ്പിൾസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ. കുടുംബമായി നീ അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ സമ്മർദ്ദങ്ങളിലൊക്കെയും കർത്താവെ നീ കൂടെ ഇരുന്ന് അവിടുന്ന് നിന്റെ മക്കളെ നീ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. കർത്താവെ, എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ തരുന്ന ദൈവമേ. 12ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പേരുപേരായി കർത്താവെ അവിടുത്തെ കരങ്ങളിൽ തരുന്ന നാഥനെ. കർത്താവെ, അവരുടെ ബുദ്ധിയെ നീ വികസിപ്പിച്ചു കൊടുക്കണമേ. ഓരോ കുഞ്ഞുങ്ങളും കർത്താവെ നല്ല ഉന്നത വിജയം നേടി കർത്താവെ ജയിക്കുവാനായിട്ട് നിന്റെ മക്കളെ നീ ശക്തീകരിക്കണേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഭയിലുള്ള എല്ലാ സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ. നമ്മുടെ ചർച്ച് കമ്മിറ്റി, വിമൻസ് ഫെലോഷിപ്പ്, യൂത്ത്, യങ് കപ്പിൾസ്, അതുപോലെ ലൈറ്റി ഫെലോഷിപ്പ്, ഞങ്ങളുടെ ഗായക സംഘം, എല്ലാ സംഘടനകളും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ഓരോ പ്രവർത്തനങ്ങളിലും കർത്താവെ അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടി തീരുവാൻ എന്റെ ദൈവമേ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, മേരിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. തക്ക സമയത്ത് കർത്താവെ നിന്റെ മകളെ കൊടുത്ത അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ.
കുഞ്ഞിനെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളെയും, ഇവയുടെ കുഞ്ഞ്, അതുപോലെ റോണിയുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങളെല്ലാം ബാലാരിഷ്ടകളിൽ നിന്നും കർത്താവെ അവിടെ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. നിവ്യായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശാരീരികമായും മാനസികമായും കർത്താവെ നിന്റെ മകളെ നീ ശക്തീകരിക്കണേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവാഹപ്രായമെത്തി ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ തരുന്ന കർത്താവെ. അവിടുത്തേക്ക് അസാധ്യമായതൊന്നുമില്ലല്ലോ കർത്താവെ. ദൈവമേ, അവിടുത്തെ കരങ്ങളിൽ അവിടുന്ന് നീ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന കർത്താവെ ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്ന നാഥനെ കർത്താവെ. അതുപോലെ എന്റെ ദൈവമേ, വിവാഹത്തിനായി ഒരുങ്ങുന്ന അഭിലാഷിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നപ്പച്ച. അവിടുന്ന് എല്ലാം അനുഗ്രഹമായി നടക്കത്തക്കോണം കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയും ദേശത്ത് വിദേശത്ത് ഒക്കെയും പഠിക്കുവാനായിട്ട് ജോലിക്ക് വേണ്ടി പോയിരിക്കുന്ന കർത്താവെ, കുടുംബമായി താമസിക്കുന്നവരുണ്ട് നാഥനെ. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരായിരിക്കുന്ന സ്ഥാനത്ത് അവിടുത്തെ ചിറകടിയിൽ അവിടുന്ന് വഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച ദൈവമേ. അതുപോലെ ഞങ്ങളുടെ CSI സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ അപ്പച്ച, അതിന്റെ നേതൃത്വം നൽകുന്ന ബിഷപ്പന്മാര്, അച്ഛന്മാരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ ഇഷ്ടപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ എൻ്റെ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മിഷണർമാർ ആയിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ ദൈവമേ എൻ്റെ മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ കൃപയിൽ കൂടെ ഇരിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ സഭയില് ഞങ്ങളുടെ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പച്ച ദൈവമേ. ഭരണാധികാരികൾക്ക് വേണ്ടുന്ന ജ്ഞാനവും ബുദ്ധിയും അവിടുന്ന് ദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, ലോകത്തിൽ നടക്കുന്ന എല്ലാ യുദ്ധത്തിന്റെ പ്രയാസങ്ങളിലൊക്കെയും കർത്താവെ നീ എല്ലാവരെയും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. വീണ്ടും കർത്താവെ, ഞങ്ങളുടെ സഭയെ അവിടുത്തെ കരങ്ങളിൽ തരുന്ന ദൈവമേ. കർത്താവെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വേർപാടിന്റെ ദുഃഖത്താലെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. എല്ലാവർക്കും കർത്താവെ അവിടുത്തെ കൃപ നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അല്പസമയം കർത്താവെ അവിടുത്തെ തിരുസന്നിധങ്ങൾ ഇരിക്കട്ടെ കർത്താവെ. അവിടുത്തെ വചനത്താൽ കർത്താവെ പഠിപ്പാൻ അവിടുത്തെ കൃപ നിങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്താൽ കർത്താവെ നിങ്ങളെ ശക്തീകരിക്കണേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്നു, മനെ ശക്തീകരിക്കണേ അപ്പച്ച. കർത്താവെ, ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെയും വീണ്ടോട്ടെ കരങ്ങളിൽ തരുന്നു. കൂടി വന്നിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിലൊക്കെയും കർത്താവെ നീ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ വന്ന കുറവ് കർത്താവെ അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. സകലം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ഒരു മനസ്സോടെ നമ്മൾ തിരുസന്നിധാനമതിൽ ചേരുന്ന നേരമെല്ലാം വരും നാഥൻ വാഗ്ദത്തം പോ. ഒരു മനസ്സോടെ നമ്മൾ തിരുസന്നിധാനമതിൽ ചേരുന്ന നേരമെല്ലാം വരും നാഥൻ വാഗ്ദത്തം പോ. വ്രണിത ഹൃദയങ്ങളെ ചെവി ചായ്ച്ചു കേൾക്കുമാവൻ. വ്രണിത ഹൃദയങ്ങളെ ചെവി ചായ്ച്ചു കേൾക്കുമാവൻ. ഈകിടും സാന്ത്വനങ്ങൾ ആശ്വാസദായകനാ. ഈകിടും സാന്ത്വനങ്ങൾ ആശ്വാസദായകൻ താ. ഒരു മനസ്സോടെ നമ്മൾ തിരുസന്നിധാനമതിൽ ചേരുന്ന നേരമെല്ലാം വരും നാഥൻ വാഗ്ദത്തം പോ. കരയുന്ന കണ്ണുകളെ കനിവോടെ കാണുമാവൻ. കരയുന്ന കണ്ണുകളെ കനിവോടെ കാണുമാവൻ.
കരം നീട്ടി തുടച്ചിടുമേ. കൃപയേകും നാഥനവൻ കരം നീട്ടി തുടച്ചിടുമേ. കൃപയേകും നാഥനവൻ. ഒരു മനസ്സോടെ നമ്മൾ തിരുസന്നിധാനമതിൽ ചേരുന്ന നേരമെല്ലാം വരും നാഥൻ വാഗ്ദത്തം പോ. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഈ ഒരു പകൽക്കാലവും നമുക്കൊരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ ഇടയാകുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെയുള്ള കൂടിവരവുകൾ നമുക്കറിയാം. ഇറ്റ് ഈസ് എ ടൈം ഫോർ us to come together in prayer, to be united in our hearts and minds, in the language and the setting of prayer. പ്രാർത്ഥനയാണ് പ്രധാനം. പക്ഷെ പ്രാർത്ഥനയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറവ്, ഇൻക്ലൂഡിങ് മൈസെൽഫ്. നമുക്കൊക്കെ പ്രാർത്ഥനയുടെ വില അറിയാം, പക്ഷെ പലപ്പോഴും നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കാറില്ല. Quite often we take it for granted, our life. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ വളരെ ഈസിയായി, വളരെ ലളിതമായി നമ്മൾ പരിഗണിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എവറിത്തിങ് പാർട്ട് ഓഫ് അവർ ലൈഫ്. So you don't have to specifically identify, specifically notify what you have in our lives എന്നൊരു ചിന്തയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് പൊതുവെ. മാർച്ച് മാസം ഫസ്റ്റ് വീക്ക് നമുക്കറിയാം വേൾഡ് ഡേ ഓഫ് പ്രെയർ ആണ്, അല്ലേ? ആഗോള പ്രാർത്ഥന, അഖില ലോക പ്രാർത്ഥനാ ദിനം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു യൂണിറ്റി ഒക്ടേവ്, യൂണിറ്റി പ്രെയർ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. പക്ഷെ വി ഓഫൻ ഫെയിൽ ടു പ്രേ. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വി ഡിവാല്യൂ ദ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രെയർ. പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ നമ്മൾ പലപ്പോഴും വില കുറച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഒരു പ്രാർത്ഥനയുടെ സമയമാണ്, ഒപ്പം പഠനത്തിൻ്റെയും സമയമാണ്. ഇറ്റ് ഈസ് ഓൾസോ എ ടൈം ഫോർ us ടു ലേൺ. വചനം നന്നായി ആഴമായി ഗൗരവമായി വ്യക്തമായി മനസ്സിലാക്കുമ്പോഴാണല്ലോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ജീവിതവും ഒക്കെ കുറെ കൂടെ മെച്യൂർ ആകുന്നത്, കുറച്ചുകൂടെ ഇംപ്രൂവ്ഡ് ആകുന്നത്, ബെറ്റർ ആകുന്നത് only when we learn, only when we understand, perceive, when we comprehend the in-depthness of the scripture, of the word of God. ദൈവത്തിൻ്റെ വചനം ആഴമായി അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കലിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ രൂപാന്തരപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും പുനർക്രമീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ വിശ്വാസ ജീവിതം മെച്ചപ്പെടുന്നത്. വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ പ്രാർത്ഥന ജീവിതവും. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പുതിയ ഒരു ഭാഗത്തെക്കുറിച്ചുള്ള പഠനം ആരംഭിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം. നമുക്കെല്ലാം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, ഒരു അധ്യായമാണ്. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ സുവിശേഷങ്ങളിൽ വളരെ സുപ്രധാനമായ, പ്രത്യേകിച്ച് സഭയുടെ ജീവിതത്തെയും വിശ്വാസികളുടെ സ്വഭാവത്തെയും ഒക്കെ നിർവചിക്കുന്നതിൽ, നിശ്ചയിക്കുന്നതിൽ, നിർണയിക്കുന്നതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സുവിശേഷമാണ് ലൂക്കോസിന്റെ സുവിശേഷം. നമുക്കറിയാം എല്ലാ സുവിശേഷങ്ങൾക്കും വ്യത്യസ്തതകളുണ്ട്. പക്ഷെ ലൂക്കോസിന്റെ സുവിശേഷം കുറെ കൂടെ നമ്മളെ ആകർഷിക്കുന്ന സുവിശേഷമാണ് പല കാരണങ്ങൾ കൊണ്ടും.
ആ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം. 15th chapter of the Gospel of Luke is generally accepted as the heart of the gospel. ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ഒരു ഹൃദയം എന്നുള്ള നിലയിൽ, അതിൻ്റെ ഒരു എപ്പിസെന്റർ എന്നുള്ള നിലയിൽ വേദപുസ്തക പണ്ഡിതന്മാരും ഒക്കെ മനസ്സിലാക്കുന്ന, പരിചയപ്പെടുത്തുന്ന, വിശേഷിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ്, ഒരു ചിന്തോദീപകമായ ഒരു വേദപുസ്തക ഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം. അത് നമ്മൾ ശരിയായിട്ട് വിശകലനം ചെയ്താൽ കർത്താവായ യേശുക്രിസ്തു 3 ഉപമകൾ പറയുന്നു. എക്സാമ്പിൾ സ്റ്റോറീസ്, മോറൽ സ്റ്റോറീസ്, ഷോർട്ട് സ്റ്റോറീസ് യേശു കർത്താവ് പറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. എങ്ങനെയാണ് യേശു കർത്താവിൻ്റെ ജീവിതം തന്നെ വിവരിക്കുന്ന ഇടത്ത് യേശു കർത്താവ് പറയുന്ന 3 ഉപമകൾ എങ്ങനെയാണ് ഇതിൻ്റെ ഹാർട്ടാകുന്നത്? നമുക്കറിയാം, യേശു കർത്താവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ദൈവം ലോകത്തിലേക്ക് തൻ്റെ മകനെ അയക്കുന്നതിനെ കുറിച്ച്, രക്ഷയെക്കുറിച്ച്, വീണ്ടെടുപ്പിനെ കുറിച്ച്, പുനരുത്ഥാനത്തെക്കുറിച്ച്, മാനസാന്തരത്തെക്കുറിച്ച്, നമ്മുടെ പുനരുത്ഥാനങ്ങൾ, നമ്മുടെ വീണ്ടെടുപ്പുകൾ, നമ്മുടെ മാനസാന്തരങ്ങൾ, സ്വർഗത്തിൽ ഉണ്ടാക്കുന്ന, ദൈവത്തിൽ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ആഘോഷങ്ങളെക്കുറിച്ച്, സന്തോഷങ്ങളെക്കുറിച്ചൊക്കെ വളരെ ലളിതമായി നമ്മളോട് പറയുന്ന ഒരു ഭാഗമാണ്. See, the stories in fact summarizes the whole gospel itself. സുവിശേഷങ്ങളുടെ തന്നെ അന്തസത്തയെ വളരെ കൃത്യമായി സംഗ്രഹിക്കുന്ന ഒരു വേദഭാഗമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 15 മാത്രം വായിച്ചാൽ മതിയല്ലോ, ബാക്കിയൊക്കെ വായിക്കണ്ടല്ലോ എന്നല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ ആ കഥയുടെ, അതിൻ്റെ അർത്ഥത്തിൻ്റെ, അതിൻ്റെ പ്രാധാന്യത്തിൻ്റെ, അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ, അതിൻ്റെ സന്ദേശത്തിൻ്റെ ഒക്കെ ഒരു സവിശേഷതകൾ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. when the scholars say it is the heart of the gospel, then you may definitely ask what about the other part of the gospel? മറ്റ് ഭാഗങ്ങളൊക്കെ അപ്പം എന്താണെന്നും വേണ്ടേ എന്ന് ചോദിക്കാം. ഇതൊരു നമ്മുടെ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസിൻ്റെ പ്രാധാന്യത്തെ, എല്ലാ വേദപുസ്തകമാകമാനം, സുവിശേഷങ്ങളാകമാനം, വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രസക്തി ഉണ്ട്. എവറിത്തിങ് ഈസ് ദ ഹാർട്ട് ഓഫ് ദ ഗോസ്പൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. യു ക്യാൻ ടച്ച് ദ ഹാർട്ട് എവരിവെയർ, അല്ലെ? ഹൃദയം ഒരു ഭാഗത്ത് മാത്രം ഉള്ളപ്പോൾ പോലും നമ്മുടെ ശരീരം മുഴുവൻ ഈ ഹൃദയത്താൽ നിയന്ത്രിക്കപ്പെട്ട്, ഹൃദയത്തിന്റെ പ്രവർത്തനം നിന്നു പോയാലെല്ലാം നിൽക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഓൾറെഡി ഇമ്പാക്ട്സ് ദ ബോഡി എന്നൊക്കെ പറഞ്ഞതുപോലെയാണ്. ഞാൻ സയൻസ് പഠിപ്പിക്കുകയല്ല. സോ ദിസ് ഈസ് ദ ഹാർട്ട് ഓഫ് ദ ഗോസ്പൽ എന്നാണ് ചില ചിന്തകന്മാര് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു, നമുക്കറിയാം, സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും മത്തായിയുടെ സുവിശേഷവും യോഹന്നാന്റെ സുവിശേഷവും ഒക്കെ വായിക്കുമ്പോൾ യേശുക്രിസ്തു തൻ്റെ പരസ്യ പ്രത്യക്ഷപ്പെടലിൽ, അല്ലെങ്കിൽ പരസ്യമായി താൻ ക്രിസ്തുവായി, യേശു കർത്താവായി, തൻ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ ദൗത്യത്തിന് വേണ്ടി, തൻ്റെ പിതാവിന്റെ ഇഷ്ടം ഈ ലോകത്തിൽ പൂർണ്ണമാക്കുന്നതിന് വേണ്ടി, മാനവരാശിയുടെ ലോകത്തിന്റെ ആകമാനമുള്ള വീണ്ടെടുപ്പിന് വേണ്ടിയൊക്കെയുള്ള പ്രവർത്തനത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ചതിന് ശേഷം നമ്മൾ കാണുന്നത്, ക്വൈറ്റ് ഓഫൻ വി സീ ജീസസ് ഈസ് ഓൺ എ ജേർണി, ഓൺ എ ട്രാവൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം, അത് ഗലീലയിൽ നിന്ന്, നസ്രത്തിൽ നിന്ന് ആരംഭിച്ച് യെരുശലേമിൽ അവസാനിച്ച് ഒലിവ് മലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്ന, വീണ്ടും നമ്മളെയൊക്കെ വീണ്ടെടുത്ത് പുനരുത്ഥാനത്തിന്, രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരു യാത്ര, ഒരു ട്രാവൽ മോട്ടീവ് എന്ന് പറയുന്നത്, ഒരു യാത്രയെക്കുറിച്ചുള്ള, സഞ്ചാരത്തെക്കുറിച്ചുള്ള ഒരു ആശയം നമുക്ക് സുവിശേഷത്തിൽ ആകമാനമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ ലൂക്കോസിന്റെ സുവിശേഷവും അത്തരത്തിൽ വളരെ സഞ്ചാരപ്രധാനമായ, ഈ ട്രാവൽ മോട്ടീവ് വളരെ ശക്തമായ ഒരു സുവിശേഷമായിട്ട് നമുക്ക് കാണാനായിട്ട് മനസ്സിലാക്കാം. ജീസസ് ഈസ് ഓൾവേസ് ഓൺ ദ മൂവ്. ഹി ഈസ് ട്രാവലിംഗ് ഫ്രം ഹിയർ ടു ദെയർ, ഫ്രം ദെയർ ടു ഹിയർ. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ യെരുശലേം, യെറിഹോവ്, അല്ലെ, അങ്ങനെ ബദനി, അങ്ങനെ പല കഫർനഹൂം, അങ്ങനെ പല സ്ഥലങ്ങളിൽ യേശു കർത്താവ് സഞ്ചരിക്കുന്നു. പിന്നെ ഗലീലയിൽ സഞ്ചരിക്കുന്നു, യേശു ശമരിയയിൽ സഞ്ചരിക്കുന്നു, ടയർ, സീതോൻ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നു, കൈസരയിലേക്ക് പോകുന്നു. ഹീസ് ട്രാവലിംഗ്. യേശു കർത്താവ് ഇങ്ങനെ ഈ തൻ്റെ കർത്താവ് ദൈവത്തിന്റെ ശുശ്രൂഷയിൽ വ്യാപൃതനാകുന്ന, തൻ്റെ പിതാവിന്റെ ഇഷ്ടത്തിന്റെ സമ്പൂർണതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഹീസ് കോൺസ്റ്റന്റ്ലി ഓൺ ദ മൂവ്. യേശു കർത്താവ് ഇങ്ങനെ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സഞ്ചാരത്തിനകത്ത് വളരെ വൈ ജീസസ് ഈസ് ട്രാവലിംഗ് ടു മച്ച്? എന്തുകൊണ്ടാണ് യേശു കർത്താവ് ഒരുപാട് കാശുള്ളത് കൊണ്ടാണ്? ഇന്നിപ്പോ നമ്മളൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നത്, നമ്മൾ ബാങ്കോക്കിൽ പോകുന്നു, നമ്മൾ സിംഗപ്പൂരിൽ പോകുന്നു, നമ്മൾ അവിടെ പോകുന്നു, നമ്മൾ ഇവിടെ പോകുന്നു, ഇങ്ങനെ ടൂറിന് പോകുന്നു, പല സ്ഥലങ്ങളിലൊക്കെ പോകുന്നു. ഇന്ത്യയിൽ തന്നെ നമ്മൾ പല ഇടങ്ങളിലേക്കൊക്കെ, എല്ലാവർക്കും ആ ഒരു ലക്ഷറി ഇല്ല, നമുക്കറിയാം.
എല്ലാവർക്കും അത് ലക്ഷറി ഇല്ല. അതൊക്കെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. നമ്മളെല്ലാവരും സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാ. എല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ സഞ്ചരിച്ചാൽ വലിയ ഇഷ്ടമാണ്. പക്ഷെ സഞ്ചാരം അത്ര എളുപ്പമൊന്നുമല്ല ഇന്നത്തെ ലോകത്ത്. അങ്ങനെ ചെലവ് കുറഞ്ഞല്ല. ഇറ്റ് ഈസ് കോസ്റ്റ്ലി. ട്രാവലിംഗ് ഈസ് കോസ്റ്റ്ലി. യേശു കർത്താവും സഞ്ചരിച്ചത് അങ്ങനെ ചെലവ് കുറഞ്ഞ യാത്രകളൊന്നും അല്ലായിരുന്നു യേശു കർത്താവ്. പക്ഷെ യേശു കർത്താവ് എന്തുകൊണ്ടാണ് സഞ്ചരിച്ചത്? ഹിസ് ട്രാവൽ വാസ് എ പർപ്പസ്ഫുൾ ട്രാവൽ. യേശു കർത്താവിന്റെ സഞ്ചാരം വളരെ ലക്ഷ്യാധിഷ്ഠിതമായ ചില പ്രത്യേകമായ ഉദ്ദേശങ്ങളോടുകൂടെ, ഉദ്ദേശലക്ഷ്യങ്ങളോടുകൂടെയുള്ള ചില യാത്രകളാണ്. അത് ദൈവത്തിന്റെ മനസ്സിനെ, ദൈവത്തിന്റെ ഇഷ്ടത്തെ, ദൈവത്തിന്റെ താല്പര്യത്തെ, ദൈവത്തിന്റെ ഹിതത്തെ ഈ ചുറ്റുപാടുകൾക്ക്, ലോകത്തിന്, മറ്റുള്ളവർക്കൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുള്ള, അതിനെക്കുറിച്ച് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കുവാനുള്ള, മറ്റുള്ളവരെ അതിനെക്കുറിച്ച്, ലോകത്തെ അതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. സോ നമുക്ക് മനസ്സിലാകാനാണ് ഈ ട്രാവൽ നറേറ്റീവ്സ്, ഈ യാത്രാ വിവരണങ്ങൾ, അല്ലെങ്കിൽ യേശു കർത്താവിന്റെ ഈ സഞ്ചാരങ്ങളെല്ലാം ലക്ഷ്യമിടുന്നത്, ഒരു വളരെ അടിവരയിടുന്നത് ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. എന്താണ്? ഗോഡ്സ് കൺസേൺ ഫോർ ദ വീക്ക്. അല്ലെ, ഈ ബലഹീനരായിട്ടുള്ള മനുഷ്യരോട്, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, ഡിസ്പൈസ്ഡ് ആയിട്ടുള്ള, ഒഴിവാക്കപ്പെട്ടവരോട്, ബഹിഷ്കൃതരായിട്ടുള്ളവരോട്, എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ളവരോട്, സോഷ്യലി ബോയ്കോട്ട് ചെയ്യപ്പെട്ടവരോട്, സ്റ്റിഗ്മറ്റൈസ്ഡ് ആയിട്ടുള്ളവരോടുള്ള ദൈവത്തിന്റെ ഒരു സ്നേഹം, ഒരു കമ്പാഷൻ, ഒരു കൺസേൺ, അത് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ the whole travel narrative is explained. അല്ല, ദൈവത്തിന് അത് നമുക്കറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 15 മുതൽ 24 വരെ, 16-ാം അധ്യായത്തിന്റെ 19, 31, ഇങ്ങനെ അത്തരത്തില് നേരത്തെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, സോഷ്യലി എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള, ഒഴിവാക്കപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട, ബഹിഷ്കരിക്കപ്പെട്ട മനുഷ്യരോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച്, കരുണയെക്കുറിച്ച്, ദൈവത്തിന്റെ അനുകമ്പയെക്കുറിച്ച്, ദൈവത്തിന്റെ ബയാസിനെ കുറിച്ച് വളരെ വ്യക്തമായി, പ്രത്യേകിച്ച് ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ ആകമാനമായിട്ട് വായിക്കുമ്പോൾ, ഈ സമൂഹം, പ്രത്യേകിച്ച് പരീശന്മാരും യഹൂദന്മാരും ശാസ്ത്രിമാരും സദൂക്യരും ഒക്കെ ഇങ്ങനെ വിശുദ്ധിയിൽ, മതപരമായ വിശുദ്ധിയിൽ ജീവിക്കുന്ന ചില മനുഷ്യന്മാരൊക്കെ ചിലരെ, നിങ്ങൾ മോശക്കാരാ, നിങ്ങൾ കൊള്ളത്തില്ല, നിങ്ങൾ കൂട്ടുകൂടാൻ പറ്റാത്തവരാണ്, നിങ്ങളെ അംഗീകരിക്കാൻ പറ്റത്തില്ല, നിങ്ങളെ സ്വാഗതം ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ? അങ്ങനെ നമ്മൾ എപ്പോഴും സമൂഹം, ഒരു കമ്മ്യൂണിറ്റി എപ്പോഴും ഫോം ചെയ്യുന്നത് അങ്ങനെയാ, അല്ലെ? ഒരു സമൂഹം രൂപപ്പെടുന്നത് എങ്ങനെയാ? ചിലതിനെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടോ, അല്ലെ? CSI സഭ എങ്ങനെ രൂപപ്പെടുന്നത്? മറ്റുള്ളവരെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടാണ്. നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റി ഫോർമേഷൻസും സോഷ്യൽ ഫോർമേഷൻസും ഒക്കെ നമ്മൾ തിയററ്റിക്കലായിട്ട് പഠിക്കുമ്പോൾ അതിനകത്ത് ദ തിയറി ഓഫ് എക്സ്ക്ലൂഷൻ ഈസ് എസെൻഷ്യൽ, അല്ലേ? ഉണ്ട്. ചിലരെ നമ്മൾ ഒഴിവാക്കും. ഐ ആം നോട്ട് ലൈക്ക് ദം, സോ വി ആർ ടുഗദർ. ഞങ്ങൾ CSIക്കാർ ഇങ്ങനെയാണ്, ഞങ്ങൾ അവരെ കൂട്ടല്ല, അപ്പം മാർത്തോമാക്കാർ അല്ലെങ്കിൽ ഓർത്തഡോക്സുകാർ, ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്നിൽ നിന്ന് മറ്റുള്ള ചിലരെ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ. ക്രിസ്ത്യാനികൾ ആരാണ്? മറ്റുള്ള ഹിന്ദുക്കളിൽ നിന്ന്, മുസ്ലിങ്ങളിൽ നിന്ന്, ജൈന മതക്കാരിൽ നിന്ന്, ബുദ്ധമതക്കാരിൽ നിന്ന്, മറ്റ് ആചാരങ്ങളിൽ നിന്ന്, മറ്റ് ദൈവങ്ങളിൽ നിന്ന്, മറ്റ് കൾച്ചറുകളിൽ നിന്നൊക്കെ നമ്മൾ അതിനെ ഒഴിവാക്കി. ഐ എം നോട്ട് ലൈക്ക്, വി ആർ നോട്ട് ലൈക്ക് യു, വി ആർ നോട്ട് ദ സെയിം ലൈക്ക് യു, ഞങ്ങൾ വ്യത്യസ്തരാണ്. അങ്ങനെയാണ് എല്ലാ കമ്മ്യൂണിറ്റിയും ഫോം ചെയ്യുന്നത്, രൂപപ്പെടുന്നത്. നമ്മുടെ കുടുംബം എങ്ങനെയാണ്, ഒരു കുടുംബം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അല്ലെ? നമ്മൾ പറയത്തില്ലേ, ഇപ്പൊ കുടുംബം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും, മക്കളുണ്ടെങ്കിൽ മക്കളില്ലെങ്കിലും കുഴപ്പമില്ല, ഭാര്യയും ഭർത്താവും, അതാണ് കുടുംബം. വി ഡോണ്ട് ഹാവ് എൻ എക്സ്റ്റെൻഡഡ് വിഷൻ ഓഫ് എ ഫാമിലി, അല്ലെ? നമുക്ക് ഈ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ ചിലർക്കൊക്കെ ഭർത്താവിന്റെ അപ്പനും അമ്മയുണ്ട്, ഭാര്യയുടെ അപ്പനും അമ്മയും ഉണ്ട്, അവരുടെ സഹോദരങ്ങളുണ്ട്, വൈഡർ കസിൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ പറയാം, അത് ഷോ കാണിക്കും നമ്മൾ ചിലത്. ഇപ്പൊ അത് നമ്മുടെ ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ, വീട്ടിലൊരു വിശേഷം വരുമ്പോൾ, കല്യാണം വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഷോ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ വലിയ കുടുംബം, അല്ലെങ്കിൽ എന്താണ്, എല്ലാം തൊഴുത്തിക്കുത്താണ്. നമ്മളെല്ലാം അവനവനിസമാണ് നമ്മൾ. പിന്നെ ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഞങ്ങൾ വലിയ കുടുംബമാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ആ ശാഖയുണ്ട്, ഈ ശാഖ ഇവിടെ പോയി, ഈപ്പൻ്റെ ആ ശാഖ ഇവിടെ പോയി, ഷോ കാണിക്കും. പക്ഷെ ജെന്യൂൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണക്ടിവിറ്റി ഒന്നും നമുക്കില്ല. കാരണം നമ്മളിങ്ങനെ വി ട്രൈ ടു ഫോം ourselves വിത്ത് എ തിയറി ഓഫ് എക്സ്ക്ലൂഷൻ. ഇങ്ങനെ അവരിൽ നിന്ന് മാറ്റി, ഇവരിൽ നിന്ന് മാറ്റി, അവരുമായിട്ടെന്തോ ബന്ധം, ഇവരുമായിട്ടെന്തോ ബന്ധം, അത് അങ്ങനത്തെ ആളല്ലേ, ഇതിങ്ങനത്തെ ആളല്ലേ, അവരുമായിട്ട് അങ്ങനെയാണ്. മതങ്ങളും പലപ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ ചില സമയങ്ങളിൽ then it becomes so exclusive that we criminalize others, അല്ലേ? നമ്മൾ പറയുന്ന പോലെ ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അവിടെയുള്ള ക്രിമിനലുകളെല്ലാം അവിടെ കുടിയേറ്റക്കാർ, അനധികൃതമായ കുടിയേറ്റക്കാരെ എല്ലാം
അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. നമ്മൾ ഇന്ത്യയിലും കുറച്ച് പേരെ കൊണ്ടുവിട്ടു എന്ന് പറയുന്നു, മെക്സിക്കൻസിനെ പറഞ്ഞു വിടുന്നു. ഗോണ്ടനാമോ എന്താണ് ജയില് പണ്ട് ഐസിസുകാരെ പിടിച്ച് കൊണ്ടിടാനായിട്ട് അവർ തുടങ്ങിയതാണ്. ഈ ബുഷിന്റെ കാലത്ത്, ബുഷ് ജൂനിയറിന്റെ കാലത്ത് തുടങ്ങിയതാണ് അത്. അവിടെ അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയുമ്പോൾ ആസാമിൽ തന്നെ നമുക്ക് ഒരു വലിയ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, ഇങ്ങനെ ദേശദ്രോഹികളായിട്ട് റെക്കോർഡില്ലാത്തവരെ പിടിച്ചുകൊണ്ട് പോയി ഇടാനായിട്ട് ഉണ്ട്. അവര് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അല്ലേ, ഈ ഫ്ലൈറ്റിനകത്ത് കൈയും കാലും ഒക്കെ കെട്ടി 40 മണിക്കൂർ ഫ്ലൈറ്റിനകത്ത് ഭക്ഷണം പോലും കൊടുക്കാതെ, പ്രാഥമികമായ കർത്തവ്യങ്ങൾ പോലും നിർവഹിക്കാൻ സമ്മതിക്കാതെ അവരെ കൊണ്ട് എറിഞ്ഞിട്ട് പോകുന്ന ഒരു കാലം. എക്സ്ക്ലൂഷൻസ്. അവർ സേഫ്റ്റി ഈസ് വെരി. ഇവരെല്ലാം ഒരു കാലത്ത് ഓർക്കണം, ഈ അമേരിക്കൻസ് ആരായിരുന്നു എന്നും ഈ പാശ്ചാത്യ ലോകം എന്തായിരുന്നു എന്നും നമ്മൾ അറിയണം, ചരിത്രം പറയണം. അവരൊക്കെ വന്നത് അവിടെയുള്ള പാവം പിടിച്ച നേറ്റീവ് ഇന്ത്യൻസിനെ തല്ലിക്കൊന്നും ചുട്ടുകരിച്ചും അവരെയൊക്കെ വലതുമൊക്കെ ഇറക്കി വിട്ടുമാണ് അവരുടെയൊക്കെ സ്ഥലവും സാഹചര്യങ്ങളൊക്കെ അല്ലേ. ഇപ്പോൾ പോളണ്ടിൽ നിന്ന്, സ്പെയിനിൽ നിന്ന്, അതുപോലെ തന്നെ പല സ്കാൻഡിനേവിയൻ കൺട്രീസിൽ നിന്ന് പല നൂറ്റാണ്ടുകൾക്കൊക്കെ മുമ്പ് അവിടെ പോയി താമസിച്ച്, ഈ ട്രംപിന്റെ ഫാദർ പോലും പലസ്തീനിൽ നിന്ന് വന്ന, ട്രംപിന്റെ ഭാര്യ വേറൊരു ദേശക്കാരിയാണ്, എല്ലാം മൈഗ്രൻസ് ആണ്. ക്രിമിനലൈസ് ചെയ്യുന്നു, എക്സ്ക്ലൂഡ് ചെയ്യുന്നു, സോ ദാറ്റ് വി തിങ്ക് വി ആർ സേഫ്. പക്ഷേ ഇത് തന്നെയാണ് പ്രശ്നം. ഇവിടുത്തെയും ഏറ്റവും വലിയ പ്രോബ്ലമാണ് ദി കൺസേൺ, ഗോഡ്സ് കൺസേൺ ഫോർ ദ മാർജിനലൈസ്ഡ്. നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആരെങ്കിലും ഒക്കെ ഒഴിവാക്കാനും ആരെങ്കിലും ഒക്കെ പുറന്തള്ളാനും ഒക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ അതിൻ്റെ ഒപ്പം ദൈവത്തെ കൂടെ പുറന്തള്ളുന്നുണ്ട് എന്നുള്ളത് ഓർക്കണം. എന്തിൻ്റെയൊക്കെ പേരിൽ നമ്മൾ ആരെങ്കിലും ഒക്കെ പുറന്തള്ളുന്നെങ്കിൽ വി ആർ എക്സ്ക്ലൂഡിങ് ഗോഡ്. കാരണം ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യത്താണ്, ഈ യഹൂദ പരീശന്മാരും ശാസ്ത്രിമാരും യഹൂദ മതം എതിർത്തുമൊക്കെ തള്ളിക്കളഞ്ഞവരോടാണ് യേശു കർത്താവ് എന്താണ്, he is becoming the ഫ്രണ്ട്സ് ഓഫ് ദ ടാക്സ് കളക്ടർ. യേശു കർത്താവിന്റെ ഏറ്റവും വലിയൊരു, നമ്മൾ ഈ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ഗ്രൂപ്പുകളെയാണ് കാണുന്നത്. 2 തരത്തിലുള്ള 4 ഗ്രൂപ്പുകളെ കാണുന്നു. അതിനകത്ത് 2 കാറ്റഗറിയാണ്. 2 കാറ്റഗറി. ഒന്ന്, there is a humbling ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സാധാരണക്കാരായിട്ടുള്ള, മറ്റുള്ളവരെ അടിച്ചു താഴ്ത്തപ്പെട്ട, ഒഴിവാക്കപ്പെട്ട ഒരു ഗ്രൂപ്പുണ്ട്. ഒരു ഗ്രൂപ്പുള്ള 2 ഗ്രൂപ്പുണ്ട്. അതൊന്ന് ടാക്സ് കളക്ടേഴ്സും, അത് ചുങ്കക്കാരും, മറ്റൊന്ന് പാപികളും എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. നമുക്കറിയാം, അതിന് മുമ്പ് ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുന്ന 5-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യം, 7-ാം അധ്യായത്തിന് 34-ാമത്തെ വാക്യം ഒക്കെ വായിക്കുമ്പോൾ എന്താണെന്നറിയാമോ, അവിടെ യേശു കർത്താവ് ഹീസ് എ ഫ്രണ്ട് ഓഫ് ദ ടാക്സ് കളക്ടേഴ്സ്, ഹീസ് ഫ്രണ്ട് ഓഫ് സിന്നേഴ്സ്, പാപികളുടെയും ചുങ്കക്കാരുടെയും സ്നേഹിതനാണ് യേശു കർത്താവ്. അവൻ തീനിയും കുടിയനുമായി വന്നു, പാപികളുടെ സ്നേഹിതൻ. യേശു കർത്താവിനെതിരെയുള്ള ആരോപണം നമ്മളവിടെ വായിക്കുന്നു, ഇവൻ ഒരു സാധാരണക്കാരൻ, ഇവനൊന്നും ഈ ഒരു നല്ല മനുഷ്യനൊന്നുമല്ല, ഇവൻ സാധാരണക്കാരോടാണ് കൂട്ടുകൂടുന്നത്. നമ്മുടെ ഇടയിൽ ഭയങ്കര രൂക്ഷമാണ് കേട്ടോ അത്. ഈ പരീശന്മാരും ശാസ്ത്രിമാരും ആണ് മറ്റൊരു കൂട്ടർ അല്ലേ, ദേ ആർ ദ ഗ്രംബ്ലിംഗ് ഗ്രൂപ്പ് എന്ന് പറയും. അവരെന്താണ്, അവർ ഗ്രംബിൾ ചെയ്യാണ്, ഇങ്ങനെ കുറ്റപ്പെടുകാനും ഇങ്ങനെ ബ്രാൻഡ് ചെയ്യാനും കുറവ് കണ്ടുപിടിക്കാനും, അയ്യോ നീ അയാളുടെ കൂടാണ്, ഇയാൾ ഇയാളുടെ കൂടാണ്, ഇവർ അവരുടെ കൂടാണ്, ഞങ്ങളൊക്കെ വേറെ ആൾക്കാരാണ്. അത് ശരിയല്ല. that thinking, that attitude is not fit for the kingdom of God. ദൈവരാജ്യത്തിന് ആ ഒരു സമീപനം യോഗ്യമല്ല, അഭിലഷണീയമല്ല, സ്വീകാര്യമല്ല എന്ന് തന്നെയാണ് വളരെ വ്യക്തമായി കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ നമ്മളോട് പറയാനും പഠിപ്പിക്കുവാനുമായിട്ട് ശ്രമിക്കും. There is a group that humbled themselves. അല്ല, അവരുടെ തൊഴിലുകൾ കൊണ്ട്, അവരുടെ ജീവിത ശൈലി കൊണ്ട്, അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ കൊണ്ട് അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ കൊണ്ട് they are being branded as sinners. അല്ല, നമ്മൾ അങ്ങനെയാണ്. നമ്മളിങ്ങനെ പള്ളിയിലൊക്കെ വരുമ്പോൾ നമുക്കൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ കൂട്ടുകൂടുന്നവരുണ്ട്, ചിലരോട് നമ്മൾ മിണ്ടത്തില്ല. നമ്മുടെ പള്ളിയിലുണ്ട് ആരെങ്കിലുമൊക്കെ വന്ന് ഒരു മൂലയ്ക്ക് പോയിരിക്കുന്നതാണ്. അന്ന് വേറെ എല്ലാവരും ഇങ്ങനെ നിരന്തരമായി തുടക്കം തൊടുക്കം വരെ ഒരു പ്ലേറ്റ് രണ്ട് ഇഡ്ഡലിയും ഒരു വടയും ഒരു ഇച്ചിരി സാമ്പാറും കൊണ്ട് ഇങ്ങനെ 4 പേര് ഇങ്ങനെ വട്ടം കൂടി, വട്ടമായിട്ട് തന്നെ, വട്ടം മുറിയത്തില്ല അല്ലെ. ഈ എക്സ്ക്ലൂഷൻ ഈസ് വെരി പ്രോബ്ലമാറ്റിക്. ചില സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ പുറന്തള്ളുമ്പോൾ വളരെ കൃത്യമായിട്ട്. എന്നാൽ യേശു കർത്താവ് തന്റെ ശുശ്രൂഷയുടെ ആദ്യം മുതൽ തന്നെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹി വാസ് എ ഫ്രണ്ട് ഓഫ് സിന്നേഴ്സ്. അവൻ മറ്റുള്ളവരോട്, ഗ്ലട്ടൺ എന്നൊക്കെയാ പറഞ്ഞത്,
തീനിയും കുടിയനും വെറും ഒന്നുമല്ല അല്ലേ, തീനിയും കുടിയനുമാണ്. അയ്യോ അയാള് അവരുടെ കൂടെ പോയി തിന്നു, ഇവരുടെ കൂടെ പോയി തിന്നു. അങ്ങനെ അച്ഛന്മാരുടെ ഇടയിലും അങ്ങനെയുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ദളിത് സഭകളിലൊക്കെ ചില പോകുന്ന ചില അച്ഛന്മാര് അപ്പാവം പിടിച്ച ആൾക്കാർ വീട്ടിൽ വിളിച്ചാൽ പോകത്തില്ല, പോയി അവിടെ നിന്നൊന്നും കഴിക്കത്തില്ല. എനിക്ക് ഷുഗറാണ്, ഒന്നും കഴിക്കത്തില്ല. ഒരു ചായ കൊണ്ട് കൊടുത്താലും, ആരാധന കഴിഞ്ഞൊരു ചായ കൊണ്ട് കൊടുത്താൽ എനിക്ക് ഷുഗറാണ്, ഞാൻ ചായ കുടിക്കത്തില്ല. വലിയ അച്ചായന്മാര് ബെൻസ് കാറൊക്കെ ഉള്ളവരൊക്കെ വിളിക്കുവാണെങ്കിൽ ചായയും കുടിക്കും, വേണേൽ ചാരായം കുടിക്കും. നമ്മുടെ ഇടയിൽ ഈ വിഭാഗീയത ഭയങ്കര ശക്തമാണ്, ഭയങ്കര ശക്തമാണ്. സ്വർഗരാജ്യത്തിൽ പോകത്തില്ല കേട്ടോ, പിന്നെ നമുക്കത് വേണ്ടായിരിക്കും. അപ്പോ ഇത് വളരെ ശക്തമാണ് അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള, ഒന്ന് ആരാന്ന് ചോദിച്ചാൽ ഒന്ന് ടാക്സ് കളക്ടേഴ്സാണ്. അവരുടെ ജോലി ചുങ്കം പിരിവ. എന്താ ഈ ചുങ്കം പിരിവ്? സാധാരണ ജെന്റൈൽസിന്റെ ജോലിയാണല്ലോ. ഈ റോമാ സാമ്രാജ്യത്തിൽ അവർ ഈ ഇസ്രായേൽ മക്കളൊക്കെ കീഴടക്കി കഴിഞ്ഞിട്ട് ദേ ഇംപ്ലിമെന്റ് ലോട്ട് ഓഫ് ടാക്സസ് അല്ലെ. അവർക്ക് പല ടൈപ്പിലുള്ള ടാക്സസ് ഉണ്ട്. നമുക്കറിയാം, നമ്മളുടെ ഒരു കാലത്ത് ഒരു 60-70 കൊല്ലം മുമ്പ് നമ്മളും ഒക്കെ ഒരു വെസ്റ്റേൺ ഫോറിൻ കൊളോണിയലിസത്തിന്റെ കീഴിലായിരുന്നു. നമുക്ക് ഒരുപാട് കരങ്ങളുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, വിട്ടിട്ടില്ല അല്ലേ. 12 ലക്ഷം വരെ ആക്കിയിട്ടുണ്ടാവും, നമുക്കെല്ലാം ഹാപ്പിയാണ്. നേരത്തെ 6 ലക്ഷമായിരുന്നു, ഇപ്പൊ 12 ലക്ഷം. മോഡിയുടെ പുതിയ നിർമ്മലാ സീതാരാമൻ പറഞ്ഞു 12 ലക്ഷം വരെ ഉള്ളവന് ടാക്സ്, ഇൻകം ടാക്സ് കൊടുക്കും. നമ്മളൊക്കെ സന്തോഷമായി. അടുത്ത പ്രാവശ്യം നമ്മൾ മോദിക്കിട്ട് കുത്തും, ഉറപ്പാ. ഡൽഹിയിൽ ഇപ്പൊ അവർ തന്നെ വരും. കാരണം അത് തന്നെയാ സെയിം എല്ലായിടത്തും. ഒരു മിഡിൽ ക്ലാസ്സിനെ, ഭൂരിപക്ഷമുള്ള മിഡിൽ ക്ലാസ്സിനെ അപ്പീസ് ചെയ്യുന്ന ചില പോളിസികൾ കൊണ്ടുവരും. നമുക്ക് വളരെ ഹാപ്പിയാ, കാരണം ആർക്കൊന്നും കൊടുക്കുക, എല്ലാം കിട്ടുന്നത് ഇങ്ങനെ കൂട്ടി വരണം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അപ്പൊ ഈ ടാക്സ് കളക്ടിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. ടെമ്പിൾ ടാക്സ് ഉണ്ട്, ദേവാലയത്തിൽ, യഹൂദന്മാരുടെ ദേവാലയത്തിൽ കൊടുക്കണമല്ലോ അല്ലേ. പ്രാവിനെയും കുരുകിലിനെയും വലിപ്പം അനുസരിച്ച് ആടിനെയും കോഴിയൊക്കെ ഇങ്ങനെ ടാക്സ് ആയിട്ട് വാങ്ങിക്കും. നമ്മുടെ പള്ളിയിലും ഉണ്ട്. നമ്മൾ പറയും സ്വോത്ര കാഴ്ച, സബ്സ്ക്രിപ്ഷൻ, പിന്നെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ, അത് ഇത്. ടെമ്പിൾ ടാക്സിന് വേറൊരു രൂപമുണ്ട് അല്ലേ. ചിലരെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നവരെ, ചില അച്ഛന്മാരെ കുറിച്ച് പോയി, അച്ഛനെ എന്നും വന്ന പിരിവ് തന്നെ, പിരിവ്. അച്ഛൻ്റെ ജോലി തന്നെ പിരിവാണ് അല്ലേ. നോക്കൂ, ഇവിടെ ഈ ഒരു ജോലി ജെന്റൈൽസ്, യഹൂദന്മാർ ഒരിക്കലും റോമക്കാർക്ക് വേണ്ടിയിട്ട് ആ ജോലി ചെയ്യും. അതുകൊണ്ട് ഈ ടാക്സ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ദേ ആർ ബീങ് കൺസിഡേർഡ് ആസ് സിന്നേഴ്സ്, ബ്രാൻഡഡ് ആസ് അൺഹോളി ബിക്കോസ് ഓഫ് ദെയർ പ്രൊഫഷൻ. പലതരത്തിലുണ്ട്. അത് മാത്രമല്ല, എന്താണെന്ന് അറിയാമോ, ഇവിടെ ഈ കഴുതകളെ നോക്കുന്നവർ, പെഡ്ലേഴ്സ്, ടാനേഴ്സ്, ഈ തൊലിയൊക്കെ എടുത്ത് ജീവിക്കുന്നത് നമുക്കറിയാം. പത്രോസ് പോലും അവിടെ പറയുന്നുണ്ട്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടയന്മാർ, ഇതൊന്നും ഡിഗ്നിഫൈഡ് ജോലികളൊന്നുമല്ല. ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവർ ഒന്നും അവർക്ക് മതപരമായ കാര്യങ്ങൾ അവർക്ക് നിർവഹിക്കാൻ പറ്റത്തില്ല. ആടുകളെ കൊണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങൾ തീറ്റാൻ പോകുന്നവർക്ക് എല്ലാ യഹൂദന്മാരുടെ എല്ലാ റിച്വൽസും പറ്റുമില്ല. ദേ വിൽ ബി റിച്വലി ഇംപ്യൂർ. നമ്മുടെ ഇന്നത്തെ കുഞ്ഞുങ്ങൾ പലർക്കുണ്ട്. അമേരിക്കൻ ടൈമിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഞായറാഴ്ച പള്ളി വരാൻ പറ്റത്തില്ല. പല സ്ഥലങ്ങളിലും പല ഫ്രെയിംവർക്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലാണെങ്കിലും, ഗുഡ് ഫ്രൈഡേ ആണെങ്കിലും, ഈസ്റ്റർ ആണെങ്കിലും, ക്രിസ്മസിനാണെങ്കിലും അവർക്ക് അവധിയില്ല അവർക്ക് പള്ളി വരാൻ. ഞായറാഴ്ച രാവിലെ 8 മണി വരെ ജോലി ചെയ്തിട്ട് 9 മണിക്ക് ആരാധനയ്ക്ക് വരാൻ പറഞ്ഞാൽ അങ്ങനെ വരാൻ പറ്റും? നമ്മളിങ്ങനെ റിട്ടയർ ചെയ്തും ഇങ്ങനെയൊക്കെ ഇരിക്കും, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അവധി ഉണ്ടായിട്ട് വരാത്തവരുണ്ട് കേട്ടോ. ശനി ഞാൻ അവധിയായിട്ട് പള്ളി വരാത്തവരെ കുറിച്ചല്ല പറഞ്ഞത്. ഞായറാഴ്ച വെളുപ്പിനെ വരെ ജോലി ചെയ്തിട്ട് പള്ളി വരാൻ പറ്റാത്തവരില്ലേ, അവർ ഭാവികളാണ്. പള്ളി വരാത്തത് ഭാവികളാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് വേറെ വിഷയം. അപ്പൊ നമ്മൾ പലപ്പോഴും അതുകൊണ്ട് ദൈവമേ അടുത്ത ആഴ്ച പള്ളി വരാതിരിക്കരുത്, അച്ഛൻ പറഞ്ഞു, അതുകൊണ്ട് പള്ളി വരാത്തവരാരും ഭാവികളല്ല, അതുകൊണ്ട് ഞങ്ങളാരും ഭാവികളല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മളെല്ലാം നെഗറ്റീവായിട്ടാണല്ലോ എടുക്കുന്നത്. സി അസോസിയേഷൻ വിത്ത് ദെയർ ലേബർ അല്ലെ, ചില തൊഴിൽ ചെയ്യുന്നവരെ നമ്മൾ ബ്രാൻഡ് ചെയ്യും അല്ലേ. അങ്ങനെ പല ടൈപ്പിലുള്ള ലേബറിങ് ആ കാലത്തുണ്ട്, ഇക്കാലത്തും ഉണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ പ്രത്യേകിച്ച് ചില തൊഴില് ജാതിക്ക് അടിസ്ഥാനം നമ്മൾ പറയും. ചില ജാതി ചില ജോലി ചെയ്യും, ആ ജാതി ഈ ജോലി, ആ ജാതി ഈ ജോലി എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് നമ്മൾ ആളുകളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തു എന്നുള്ളതാണ്. സിന്നേഴ്സ്, നമുക്കറിയാം. അതുകൊണ്ട് തൊഴിലൊരു വലിയ പ്രശ്നമാണ് ഇവിടെ. തൊഴിൽ പ്രത്യേകിച്ച് ഈ താഴോട്ട് പറയുന്ന 3 ഉപമകളിലും നമ്മൾ ഉപമകളിലെയും 3 ഉപമകളിലെയും സെൻട്രൽ ക്യാരക്ടേഴ്സിന്റെ തൊഴിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യത്തെ ഉപമ കർത്താവായ യേശുക്രിസ്തു പറയുന്നത് ആരുടെയാണ്? ഇടയനെ കുറിച്ചാണ്. നേരത്തെ പറഞ്ഞു, യഹൂദന്മാരുടെ ചിന്ത അനുസരിച്ച് ഇടയന്മാർ സാങ്ക്ടിഫൈഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവരല്ല. കാരണം അവർക്ക് റിച്വൽ പ്യൂരിറ്റി ഇല്ല. അവർക്ക് ഈ ന്യായപ്രമാണത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയകൾ പാലിക്കാൻ പറ്റത്തില്ല. ദേ വർ കൺസിഡേർഡ് പൊല്യൂട്ടഡ്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ
ഇടയന്മാരുടെ ദൂതന്മാർ പ്രത്യക്ഷനായത്, അല്ലെ? ആ കൺസേൺ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. രണ്ടാമത് പറയുന്നത് അതുകൊണ്ടാണ് ആടിനെ കുറിച്ചും അതാണ് പറയുന്നത്. രണ്ടാമത് ഒരു സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത്, ഒരു അമ്മയെ കുറിച്ചാണ്, ഒരു സ്ത്രീയെ കുറിച്ചാണ്. ആ സ്ത്രീയുടെ നാണയം നഷ്ടപ്പെട്ടു, അല്ലെ? അപ്പൊ സ്ത്രീ എന്താ ചെയ്തത്? ആ സ്ത്രീ അവിടെ പറയുന്നത് അവിടെ അതെല്ലാം തൂത്ത് വൃത്തിയാക്കിയെന്നാ പറയുന്നത്, അല്ലേ? അവൾ വിളക്ക് കത്തിച്ച് വീടടിച്ചു വാരി. വീടടിച്ചു വാരി. അത് നല്ല ജോലിയാണോ? വീടടിച്ചു വാരുന്ന നല്ല ജോലിയല്ല. അത് വീട്ടിലെ യഹൂദന്മാരുടെ വീട്ടിലെ പെണ്ണുങ്ങളും ചെയ്യുന്ന, സ്ലേവ്സിനെ കൊണ്ട് ചെയ്യിക്കുന്ന ജോലിയാണ്. അടിമ സ്ത്രീകളെ കൊണ്ട് ചെയ്യിക്കുന്ന ജോലിയാ അടിച്ചുവാരി, ലേബർ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അങ്ങനെ അടിച്ചുവാരൽ, വൃത്തിയാക്കൽ, വീട് വൃത്തിയാക്കൽ ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരാളിന് ചെയ്യുന്ന സ്ത്രീകളുടെ ജോലിയാണെങ്കിൽ പോലും എല്ലാ സ്ത്രീകൾക്കും ചെയ്യുന്ന ജോലിയല്ല. ഇനി സ്ത്രീകളുടെ ജോലിയാണെങ്കിൽ പോലും ഒരിക്കലും പുരുഷന്മാർ ചെയ്യാത്ത ജോലിയാണ്. അവരുകൊണ്ട് സ്ത്രീകളെ മാറ്റി നിർത്തും. യഹൂദ മത സ്ത്രീകളെ മാറ്റി നിർത്തി അവർ ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. കുഞ്ഞുങ്ങളുണ്ടാവുന്നു, അവർക്ക് പീരീഡ്സ് വരുന്നു, പൊള്യൂട്ടഡാണ്, അല്ല മാറുന്നു. മൂന്നാമത് ആരാ? മൂന്നാമത്തത് മുടിയനായ പുത്രൻ, അല്ലെ? പ്രൊഡിഗൽസ് ആണ്. ആ പുള്ളി എന്താ ചെയ്യുന്നത്? ആ പുള്ളി ചെയ്യുന്ന ജോലി എന്ന് വെച്ചാൽ പന്നികളെ വളർത്തിയെന്നാണ് പറഞ്ഞത്. പിഗ് ഫാമിങ്, പിഗ് റിയറിങ് തൊഴിൽ. നല്ല ജോലിയാ? നല്ല ജോലിയാണ്? അല്ല, ഒരിക്കലും ഒരു യഹൂദൻ ചെയ്യാത്ത ജോലിയാണ്. വളരെ ഹറാമായിട്ടുള്ള ജോലിയാണ്. അത് എബ്രായ പദമാണ് കേട്ടോ, മുസ്ലിം പദമൊന്നുമല്ല, അറബിക്കത്. ഹറാമായിട്ടുള്ള ജോലിയാണ്. എന്ത് അവിശുദ്ധമാണ്. നോക്കട്ടെ, പലപ്പോഴും നമ്മൾ ഈ തൊഴിലിന്റെ പേരിൽ, ഒരു മനുഷ്യന്റെ ജോലിയുടെ പേരിൽ നമ്മൾ ആളുകളെ ബ്രാൻഡ് ചെയ്യുന്നു. നമുക്കുണ്ട് ആ മെന്റാലിറ്റി, ഇപ്പോഴും ഉണ്ട്. ആ ഒരു മാനസികാവസ്ഥ വളരെ ശക്തമാണ്. ചെയ്യുന്ന തൊഴിലുകളുടെ പേരിൽ, ഒക്യുപ്പേഷൻസിന്റെ പേരിൽ ആളുകളെ മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ്. റിച്വൽ ഇംപ്യൂരിറ്റി, സിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവർ ആ ഒരു കാറ്റഗറി തന്നെയാണ്. പലതരത്തിലുള്ള, അല്ലെ? അവർ they fail to fulfill the law. അവർക്ക് ആചാരങ്ങളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. നോക്കൂ, ഇങ്ങനെ ഒരു കൂട്ടർ, അവരോടൊക്കെ ഉള്ള ദൈവത്തിന്റെ ഒരു പാഷൻ, ദൈവത്തിന്റെ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ യേശുവിനെ കുറിച്ച് പറയാം. നമ്മൾ അവിടെ മനസ്സിലാക്കുന്ന യേശുവാണ് യഥാർത്ഥത്തിൽ സഭയുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്. ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ്, ക്യാരക്ടർ ഓഫ് ജീസസ് ഡിസൈഡ്സ് ദ ക്യാരക്ടർ ഓഫ് ക്രിസ്ത്യൻസ്, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? ക്രിസ്തുവിന്റെ സ്വഭാവമാണ്, ക്രിസ്തുവിന്റെ സമീപനമാണ് ക്രിസ്ത്യാനികളുടെ സമീപനങ്ങളെയും സ്വഭാവത്തെയും നിർണയിക്കുന്നതെങ്കിൽ ഹു ഈസ് ഹി, ദിസ് മാൻ? അതുകൊണ്ട് അന്ന് നിലവിലിരുന്ന സൗഹൃദത്തിന്റെ എല്ലാ കപട സദാചാരങ്ങളെയും യേശു കർത്താവ് ലംഘിച്ചു. He has broken all the conventional definitions of friendship. നീതിമാന്മാര്, പരീശന്മാര്, യഹൂദന്മാര്, അത്തരത്തിൽ വളരെ ടോപ്പ് ക്ലാസ് ഉള്ള ആളുകളുമായിട്ട്, റബിമാരുമായിട്ടൊക്കെ നടക്കേണ്ടതുണ്ട്. ആ കൺവെൻഷൻസ് എല്ലാം യേശു കർത്താവ് ബ്രേക്ക് ചെയ്തു. He exposed the pseudo morality of friendship, അല്ലേ? ഈ സൗഹൃദങ്ങളിലെ കപട സദാചാരങ്ങളെ യേശു കർത്താവ് വെളിപ്പെടുത്തി കൊണ്ടുവന്നു. In maintaining friendship with the social outcast, the morality, a new kingdom morality of friendship. ഒരു ദൈവരാജ്യത്തിന്റെ ഈ ഒരു സദാചാരം, ഒരു നീതിയെക്കുറിച്ച്, സൗഹൃദത്തിന്റെ നീതിയെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ്. എ റബായി ഹു ഡിഫൈൻഡ് ദ എക്സിസ്റ്റിംഗ് ഡെഫിനിഷൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. നിലവിലുള്ള സൗഹൃദങ്ങളുടെ നിർവചനങ്ങളെ ലംഘിക്കുന്ന ഒരു യേശു. നമ്മൾ എന്തൊക്കെയായി കാണിക്കുന്നത്? സഹോദരങ്ങളോടൊന്ന് സ്നേഹിക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. എന്നും കാണുന്നവരോട് നല്ല കൂട്ടുകാരായിട്ടിരിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രയാസമാണ്, അല്ലേ? വാട്ട് ഈസ് അവർ സ്പിരിച്വൽ? എന്താ നമ്മുടെ ആത്മീയത? എന്താണ് നമ്മുടെ വിശ്വാസത്തിന്റെ ക്വാളിറ്റി പറയുന്നത്? യേശു കർത്താവ് ആരെയൊന്നും നോക്കിയില്ല. അവിടെ പറയുന്നത് എന്താണ്? ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾക്കാൻ വന്നു. എല്ലാം. ഈ സഭ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടുന്നത്.
അതിന്റെ 14-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, അല്ലേ? യേശു കർത്താവ് പറയുന്നത് ദൈവരാജ്യത്തെക്കുറിച്ച് ഉപമകൾ പറഞ്ഞിട്ട് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിനുശേഷമാണ് പറയുന്നത് ആര്? ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. അപ്പോ ഈ ചുങ്കക്കാരും പാപികളും ആരാ? കർത്താവ് നേരത്തെ പറഞ്ഞ 14-ാം അധ്യായത്തിന് 35-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ കേൾപ്പാൻ ചെവിയുള്ളവരുടെ കൂട്ടത്തിലാണ്. പക്ഷെ പരീശന്മാർക്ക് ശരിക്ക് കേൾക്കാൻ മനസ്സിലായിരുന്നു. എല്ലാവരും ദൈവത്തിന്റെ വചനം എല്ലാവരും ഉള്ള ഒരു മൾട്ടിറ്റ്യൂഡാ. യേശു കർത്താവ് തന്റെ സമൂഹത്തെ തെരഞ്ഞെടുത്തില്ല. അതിന്റെ ഇടയ്ക്കൊരു തെരഞ്ഞെടുപ്പൊന്നും യേശു കർത്താവ് നടത്തിയില്ല. എല്ലാവരെയും യേശു കർത്താവ്, എവറിത്തിങ് വാസ് സോ ഡിയർ, എവറി വൺ വാസ് സോ ഡിയർ ടു ഹിം. അപ്പം ഈ പരീശന്മാർ, നമുക്കറിയാം, ഈ 3-ാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് അവിടെ ഒരു വി സി എ കൈൻഡ് ഓഫ് ഓപ്പോസിഷൻ. യേശു കർത്താവിന് ശുശ്രൂഷയ്ക്ക് വലിയ എതിർപ്പുണ്ട്. എതിർപ്പ് ആരുടെ എതിർപ്പാണ്? പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും എതിർപ്പ്. ദ മോട്ടീവ് ഓഫ് ഓപ്പോസിഷൻ. ഈ നേരത്തെ പറഞ്ഞ കർത്താവായ യഹോവയായ ദൈവത്തിന്റെ ഈ ദുർബലരായിട്ടുള്ള മനുഷ്യരോടുള്ള ഈ കൺസേൺ, സ്നേഹം, കരുതൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. എതിർക്കാനുള്ള കാരണമാണ്. അല്ലാതെ അവർക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടൊന്നുമല്ല. They oppose Jesus because Jesus was friendly with the sinners. അതാണ് നമ്മളുള്ളതല്ലേ. അവനോട് കൂട്ടുകൂടുന്നവനോട് ഞാൻ കൂട്ടുകൂടത്തില്ല. എന്താ കാരണം? എനിക്കൊന്നും ഉപദ്രവം ചെയ്തിട്ടൊന്നുമില്ല, അയാൾ അവന്റെ കൂടെ നിൽക്കുന്നു, ബസ്. നമ്മുടെ കാരണം അതാ. എന്തുകൊണ്ടാണ് പരീശന്മാരും ശാസ്ത്രിമാരും കർത്താവായ യേശു ക്രിസ്തുവിനെ എതിർത്തത്, മത്സരിച്ചത്, അവനെ അസഹ്യപ്പെടുത്തിയത്? നമ്മളോട് വായിക്കുന്നുണ്ട്. അവനെ ഇല്ലാതാക്കാൻ നോക്കിയത് ഒറ്റ കാരണമേ ഉള്ളൂ. ജീസസ് ഡിഡ് നോട്ട് ചൂസ് ദം. യേശു അവരുടെ കൂടെ കൂടിയില്ല, യേശു ഇവരുടെ കൂടെ കൂടി, അല്ലേ? യേശു ഞാൻ പറഞ്ഞത് കേട്ടില്ല. അങ്ങനെ ഉണ്ടല്ലോ നമ്മളെല്ലായിടത്തും ചില പള്ളികളിലുണ്ട്. ഇവിടുത്തെ കാര്യം എനിക്കറിയത്തില്ല. അച്ഛന്മാർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കൂടും, അവരുടെ കൂടെ പോയാൽ സംശയം, ഇവരുടെ കൂടെ സംസാരിച്ച സംശയം. എല്ലാവരും ചുങ്കക്കാരും പാവികളും എല്ലാം ദൈവത്തിന്റെ വചനം കേൾപ്പാൻ വന്നു. ഈ പാവപ്പെട്ടവരെയും എളിയവരെയും ഒക്കെ കരുതുക എന്നുള്ളത് ദൈവത്തിന്റെ ദൗത്യത്തിന്റെ ഭാഗമാണ്. സഭ അതിനാ വിളിച്ചേക്കുന്നത്. അതിന് നമ്മൾ പിണങ്ങേണ്ട കാര്യമില്ലല്ലോ, അതിന് നമ്മൾ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. വി ഷുഡ് ജോയിൻ ഇൻ ദാറ്റ് മിഷൻ. നമ്മളെല്ലാവരും ഒരുമിക്കേണ്ടത് ആ ദൗത്യത്തിലാണ്. എന്ത്? പാവപ്പെട്ടവരെയും പുറത്താക്കപ്പെട്ടവരെയും ഒഴിവാക്കപ്പെടുന്നവരെയും സ്നേഹിക്കുക, കരുതുക, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുക, അല്ലെ? എതിർപ്പൊരു വലിയ മോട്ടീവാണ് ഇതിനകത്ത്, ഓപ്പോസിഷൻ മോട്ടീവ് എന്ന് പറയും. ഇപ്പൊ ഈ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം തുടങ്ങുന്നത് ഒരു എതിർപ്പ്. ആരുടെ എതിർപ്പാണ്? പരീശന്മാരും ശാസ്ത്രിമാരും യേശു കർത്താവിന്റെ ശുശ്രൂഷയെ എതിർത്തു, യേശു കർത്താവിന്റെ ഈ ആറ്റിറ്റ്യൂഡിനെ എതിർത്തു. ഓപ്പോസിങ് ഗ്രൂപ്പാണ് ഈ രണ്ട് ഗ്രൂപ്പ്. നമ്മൾ 15-ാം അധ്യായം വായിച്ച് അവസാനിക്കുമ്പോൾ എന്താണ്? വി സീ an opposition between two sons, അല്ലേ? മൂത്ത മകനും ഇളയ മകനും തമ്മിലുള്ള, മൂത്ത മകന് ഇളയ മകനോട് എതിർത്തു. ഒരു ഓപ്പൺ എൻഡഡ് സ്റ്റോറി അത്. ആ എതിർപ്പ് അങ്ങനെ നിൽക്കുക, അവനിപ്പോഴും പുറത്ത് തന്നെ നിൽക്കാം, അകത്തോട്ട് കയറത്തിൽ. The opposition continues. Why? What is the logic? ദൈവം തന്നെ ചോദിക്കുന്നത്, എന്തിനാ നീ എതിർക്കുന്നത്? എന്റെ നന്മ ഞാൻ അവന് കൊടുക്കുന്നത്. വൈ ഡു യു ഒപ്പോസ്? അങ്ങനൊന്നുമില്ല, ഞങ്ങൾ എതിർക്കും, അത്രയാണ്, അല്ലേ? പ്രതിപക്ഷം എന്തിനാന്ന് ചോദിച്ചാൽ എതിർക്കാനാന്ന് പറഞ്ഞാൽ അതൊന്നും അറിയത്തില്ല. നമ്മൾ എതിർക്കണം. എന്തെങ്കിലും ഒരു നല്ല കാര്യം നടന്നാൽ എന്താ രണ്ട് നെഗറ്റീവ് പറയണം. അതെന്താന്ന് വെച്ചാൽ അതൊന്നും അറിയത്തില്ല, പുള്ളിയെ എനിക്ക് ഇഷ്ടമല്ല, പുള്ളിയുടെ ചില പ്രവർത്തികൾ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ എതിർക്കുന്നു, ബസ്. എങ്ങനെ ശരിയാവും? നമ്മൾ വൈ ഡു വി ഹേറ്റ് പീപ്പിൾ? എന്തിനാ? ഇപ്പൊ നമ്മളോട് നീചമ കൃത്യങ്ങളൊക്കെ നമ്മളെ ഉപദ്രവിച്ച്, നമ്മളെ ശല്യപ്പെടുത്തി, നമ്മളെ സങ്കടപ്പെടുത്തിയ ചില മനുഷ്യരോട് നമ്മൾ എതിർക്കുന്നത് കൂട്ടിക്കോ. എന്നാൽ പോലും വേദപുസ്തകപരമായ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അത് അനുവദനീയമല്ല. ഇറ്റ്സ് നോട്ട് പെർമിറ്റഡ് ഇൻ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി. ഇതൊന്നും ഇല്ലാത്ത മനുഷ്യരെ നമ്മൾ എന്തിനാ?
ഇങ്ങനെ അവർക്കുന്നു. Why do we hate? Why do we oppose? ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ എൻലിസ്റ്റ് ചെയ്തിരിക്കുന്ന ചില ആൾക്കാരില്ലേ, why are they, why do we hate them? Paris was a failure because they opposed the will of God, the mind of God, the interest of God. ദൈവത്തിന്റെ ഹിതത്തെ അവർ എതിർത്തു എന്നുള്ളത്. ദൈവത്തിന്റെ താല്പര്യത്തോട് യോജിക്കാൻ പറ്റത്തില്ല എനിക്ക്. അതുകൊണ്ട് ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഈ ഉപമയിലേക്ക് നമ്മൾ അടുത്ത ആഴ്ച വരും. 2 കാര്യങ്ങളാണ് നമ്മളിൽ ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മൾ യേശു കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, എ കോൾ ടു ഐഡന്റിഫൈ ourselves with the people who willingly humbled themselves to listen to the word of God. And God also called us to reject the people who grumble against the will of God. ദൈവത്തിന്റെ ഹിതത്തിനോട് പിറുപിറുത്ത്, അതിനോട് മത്സരിച്ച്, അതിനോട് എതിർത്ത കുറെ മനുഷ്യർ, പരീശന്മാരും ശാസ്ത്രിമാരും അല്ലെ, അവര് പറയുന്നത് ഞങ്ങള് അല്ലെ, 3-ാമത്തെ ഉപമയിലെ മൂത്ത മകനെ പോലെ ന്യായപ്രമാണത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി അടിമയെ പോലെ പണിയെടുക്കുകയാണ്, റിവാർഡിന് വേണ്ടി പണിയെടുക്കുകയാണ്. മറ്റുള്ളവരെ സ്വീകരിക്കുമ്പോൾ, മറ്റുള്ളവരെ അംഗീകരിക്കപ്പെടുമ്പോൾ അസ്വസ്ഥരായ അതിനോട് മത്സരിക്കാം. എന്നാൽ യേശു കർത്താവ് നമ്മളോട് പറയുന്നത് ഇറ്റ്സ് എ കോൾ ടു ഐഡന്റിഫൈ വിത്ത് ദ ടാക്സ് കളക്ടേഴ്സ് ആൻഡ് സിന്നേഴ്സ്, the darling images of the kingdom of God. നമുക്ക് മറ്റുള്ളവരെ എങ്ങനെ വിധിക്കാൻ പറ്റും? മറ്റുള്ളവരെ എങ്ങനെ ന്യായം വിധിക്കാൻ പറ്റും? അതുകൊണ്ട് സഭ എപ്പോഴും ഉണ്ട് ഈ കോൺഫ്ലിക്റ്റ്, എപ്പോഴും ഈ കോൺഫ്ലിക്റ്റ് ഉണ്ട്. we have to confront the Pharisaic mentalities. പരീക്ഷ മനോഭാവങ്ങളെ നമുക്ക് എപ്പോഴും നേരിട്ട് കൊണ്ടിരുന്നേ പറ്റുകയുള്ളൂ സഭയ്ക്ക്. പക്ഷെ അപ്പോഴും സഭ വിളിക്കപ്പെട്ടിരിക്കുന്നത് നാം വായിച്ച് സുവിശേഷങ്ങളിൽ കാണുന്നത് പോലെ ദൈവത്തിന്റെ ചില അനുഭാവങ്ങളുണ്ട്. ദ ഗോഡ്സ് ചോയ്സ്, ദ ഗോഡ്സ് കൺസേൺ ഫോർ ദ വീക്ക് ആൻഡ് ദി വൾണറബിൾസ് ബ്രാൻഡ് ചെയ്യപ്പെട്ട്, പല കാരണങ്ങളാലൊക്കെ ഒഴിവാക്കപ്പെട്ട്, തിരസ്കരിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, സമൂഹത്തിന്റെ പുറംപോക്കിലേക്ക് തള്ളപ്പെട്ടു പോകുന്ന മനുഷ്യർ, അവരെയൊക്കെ കരുതുവാൻ, അവരെയൊക്കെ സ്നേഹിപ്പാൻ, അവരെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിയെടുത്തുകൊണ്ട് ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി, ക്രിസ്തുവിന്റെ അംശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അറ്റ്ലീസ്റ്റ് വിത്തിൻ ourselves, നമ്മളുടെ ഉള്ളിലുള്ള ഈ വേലിക്കെട്ടുകൾ, ഈ ഹയർ ലോവർ സുപ്പീരിയർ ഇൻഫീരിയർ മെന്റാലിറ്റീസ് മാറണം. ആൻഡ് വി മസ്റ്റ് ഓൾ ബിക്കം ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മക്കളെന്ന നിലയിൽ ആഹ്ലാദിക്കുന്നവരുടെ സമൂഹമാണ് അല്ലേ. ദ ചർച്ച് ഷുഡ് ബി എ കമ്മ്യൂണിറ്റി ദാറ്റ് സെലിബ്രേറ്റ്സ്. ഈ 3 ഉപമകളിലും പറയുന്നതാണ്. അവർ ആഹ്ലാദിച്ചു. എ കമ്മ്യൂണിറ്റി, അതിന് ഡിസ്ക്രിപ്ഷൻ ഒന്നുമില്ല, അവരെല്ലാവരും ആഹ്ലാദിച്ചു. എ കമ്മ്യൂണിറ്റി ദാറ്റ് സെലിബ്രേറ്റ്സ്, കോൺസ്റ്റന്റ്ലി സെലിബ്രേറ്റ്സ് ദ സാൽവേഷൻ. രക്ഷയുടെ, മറ്റുള്ളവർ രക്ഷിക്കപ്പെടുമ്പോൾ, അനുഗ്രഹിക്കപ്പെടുമ്പോൾ, വിടുതൽ പ്രാപിക്കുമ്പോൾ ആഘോഷിക്കുന്ന ഒരു സഭ. വെറുക്കുന്നതല്ല, സന്തോഷിക്കുന്ന സഭ. ഗ്രംബിൾ ചെയ്യുന്ന, പിറുപിറുക്കുന്നതല്ല, ഹംബിൾ ചെയ്യുന്ന, വചനം കേൾക്കാൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന, മാറാൻ സന്നദ്ധമാകുന്ന. അതുകൊണ്ട് ഈ ഒരു ചോയ്സ് ഈ നാളുകളിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കണം. ലെറ്റ് us commit ourselves to the concern of God. ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് നമ്മളെ തന്നെ വിനയപ്പെടുത്തി കൊടുക്കുവാനും, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി നിൽക്കുന്ന പ്രവണതകളെ നിരസിക്കാനും, നിഷേധിക്കാനും, എതിർക്കാനും നമുക്ക് കഴിയണം. We have to make the choice between these two
identify ourselves with the concern of God, reject and oppose who work against the will of God. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയായി നമ്മളെ സഹായിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രത്യേകിച്ച് കർത്താവേ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും അവിടുത്തെ തൃക്കരത്തിലേക്ക് കർത്താവെ ഞങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ അവിടുന്ന് വചനത്തിൽ കൂടി ഞങ്ങളോട് ഓരോരുത്തരോടും ഇടപെടുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ലൂക്കോസിന്റെ സുവിശേഷം കർത്താവെ 15-ാം അധ്യായം ആസ്പദമാക്കി ഞങ്ങൾ ചിന്തിക്കുമ്പോൾ കർത്താവെ, ഒരുപാട് കാര്യങ്ങൾ കർത്താവെ ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ ജീവിതങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചൊക്കെ കർത്താവെ അവിടെ പറയുന്നുണ്ട്. കർത്താവെ, ഞങ്ങൾക്ക് കർത്താവെ മനസ്സിലാക്കത്തക്ക രീതിയിൽ ദൈവം ഓരോന്നും അവിടുന്ന് വിവരിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അതൊക്കെ ഞങ്ങളോടാണ് സംസാരിക്കുന്നത്, വചനം ഞങ്ങളോടാണ് സംസാരിക്കുന്നതെന്ന് തിരിച്ചറിവോടുകൂടി ആയിരിക്കാൻ ഈ നാളുകളിലൊക്കെ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, മാനസാന്തരം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ മാനസാന്തരം ആവശ്യപ്പെടുന്ന കർത്താവെ, മാനസാന്തരം എന്തെന്നറിയുന്ന ഒരു പാപിയെക്കുറിച്ചുള്ള സന്തോഷം കർത്താവെ സ്വർഗത്തിൽ അധികമുണ്ട് എന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവെ, അത്തരത്തിലുള്ള സന്തോഷങ്ങൾക്കൊക്കെ ഞങ്ങൾ കർത്താവെ അധിപരാകുവാൻ തക്കവണ്ണം, ഞങ്ങളും ആ സന്തോഷത്തിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, ഞങ്ങളൊക്കെ മാനസാന്തരപ്പെട്ട് ദൈവത്തെ അറിഞ്ഞ് കർത്താവെ, ദൈവത്തിന്റെ വചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാർജിനലൈസ് ചെയ്യപ്പെട്ട കർത്താവെ വ്യക്തികളോട് കൂടെ ചേരുവാൻ, അവരെ തങ്ങളിലേക്ക് അടുപ്പിച്ച് നിർത്തുവാൻ, കർത്താവെ ചേർത്ത് പിടിക്കുവാൻ ഒക്കെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റിഫ്യൂസ് ചെയ്യപ്പെട്ട, റിജക്റ്റ് ചെയ്യപ്പെട്ട ഒരുപാട് വ്യക്തികൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. കർത്താവെ, അവരെയൊക്കെ ചേർത്ത് പിടിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നാളുകളിലൊക്കെ വചനത്തിന്റെ അർത്ഥം എന്താണെന്ന് ഹൃദ്യമായി ഞങ്ങളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യണമേ. കർത്താവെ, ഞങ്ങളത് ധ്യാനിക്കുക മാത്രമല്ല കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ഞങ്ങളുടെ കർത്താവെ ഓരോ ദിവസത്തെയും കർത്താവെ ദൈവമേ, ഞങ്ങളുടെ നടപ്പിലും ഞങ്ങളുടെ ഇരിപ്പിലും കർത്താവെ, ഞങ്ങളുടെ സംസാരത്തിലും ഞങ്ങളുടെ പ്രവൃത്തികളിലും ഒക്കെ അത് മറ്റുള്ളവർക്ക് കർത്താവെ കാട്ടിക്കൊടുപ്പാൻ തക്കവണ്ണം, മറ്റുള്ളവർ അതൊക്കെ അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, അങ്കിളുമാർ, ആന്റിമാർ, ചേച്ചിമാർ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ദൈവമേ, അവിടുന്ന് നീ എല്ലാവരോടും മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, മടങ്ങി വന്ന കർത്താവെ, പ്രോഡിഗൽ സണ്ണിനെ ചേർത്ത് പിടിച്ച അപ്പനെ പോലെ കർത്താവെ ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ കൈ രണ്ടും വിരിച്ചു കർത്താവെ, ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് മുൻപേ നിൽക്കുന്ന കർത്താവെ, ആ പിതാവിനെ ദൂരത്ത് നിന്ന് കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ മുൻപിലുണ്ട് കർത്താവെ, ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഏത് പ്രയാസത്തിന്റെ വേളകളിലും, ഏത് ദുഃഖത്തിന്റെ വേളകളിലും, ഏത് രോഗവും ഏത് പ്രയാസവും കർത്താവെ കഷ്ടതകളും കർത്താവെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ഞങ്ങളെ നോക്കി നിൽക്കുന്ന ഒരു ദൈവം, ഒരു പിതാവ് ഞങ്ങൾക്ക് മുൻപിലുണ്ട് കർത്താവെ. ആ ഒരു വിശ്വാസത്തോടെ മടങ്ങി വരുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാണ് കർത്താവെ ഞങ്ങളുടെ പ്രത്യാശ, അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ കർത്താവെ. ആ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയാതെ എൻ്റെ പിതാവ് എനിക്ക് മുൻപിലുണ്ട്. ഏത് പ്രതിസന്ധി വേളകളിലും, ഏത് പ്രയാസങ്ങളുടെ വേളകളിലും, എത്ര കഷ്ടത അനുഭവിച്ചാലും, ഏതൊക്കെ രോഗത്തിന്റെ മധ്യത്തിൽ കൂടി ഞങ്ങൾ കടന്നു പോയാലും എൻ്റെ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ കൈവരിച്ച് ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ, ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, ഞങ്ങൾക്ക് വേണ്ടി വിരുന്നൊരുക്കുവാൻ അവിടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയോടുകൂടെ മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളോട് ഇടപെടുന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ നൽകിത്തരുന്ന അത്ഭുതങ്ങൾക്കായിട്ട് സ്തോത്രം കർത്താവെ. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കാത്തു പരിപാലിക്കുന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവെ. നടുന്നവനും നനയ്ക്കുന്നവനും കർത്താവെ ഏതുമില്ല കർത്താവെ, ഫലം തരുന്നതിൻ്റെ ദൈവമാണ്. ആ ഒരു കർത്താവെ തിരിച്ചറിവോടുകൂടെ ഈ നാളുകളിലൊക്കെ ഞങ്ങളായിരിക്കാൻ സഹായിക്കണമേ. സഭയെ മുറ്റുമായി ഏൽപ്പിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചു വാഴ്ത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾക്ക് തന്ന ദൈവവചനങ്ങൾക്കായിട്ട് സ്തോത്രം. കൂടുതൽ കർത്താവെ ഞങ്ങളെ തന്നെ ഉറപ്പിച്ച് ബലപ്പെടുത്തി വചനത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അപേക്ഷിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ണുസ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ക്ഷമിക്കുന്നത് പോലെ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകും. ആമേൻ.
നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട വചനത്തോടും നമ്മുടെ എല്ലാ ജീവിത ആവശ്യങ്ങളോടും കൂടെ എപ്പോഴും വസിക്കുമാറാകട്ടെ. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരോടും